നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഈ റംസാന BJP മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 32 ലക്ഷം ആളുകൾക്ക് കിറ്റ് വിതരണം ചെയ്യുന്നു. ആദ്യമായിട്ടാണ് റംസാന് BJP ഇത്തരത്തിൽ ഒരു കിറ്റ് വിതരണം നടത്തുന്നത്. സൗഗത് ഇ മോദി പദ്ധതിയുടെ ഭാഗമായി ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ റംസാൻ സമ്മാനം രാജ്യവ്യാപകമായി നൽകുന്നത്. നേരത്തെ ക്രിസ്ത്യൻ വീടുകളിലൊക്കെ ക്രിസ്മസ് സമയത്ത് കേക്ക് വിതരണം ചെയ്യുന്ന ഒരു നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സമാനമായ രീതിയിലേക്കാണ് ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിലെ 32 ലക്ഷത്തോളം ആളുകൾക്ക് കിറ്റ് വിതരണം ചെയ്യാനുള്ള തീരുമാനം. ഒപ്പം തന്നെ ജില്ലാതലത്തിൽ ഈദ് ആഘോഷങ്ങൾ നടത്താനും ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ മുസ്ലിം വിരുദ്ധ മുദ്രയുള്ള പാർട്ടിയാണ് BJP. രാജ്യത്തെ ഒരു നിശ്ചിത ശതമാനം മുസ്ലിങ്ങൾക്കെങ്കിലും ഉള്ളിൽ ഭയം സൃഷ്ടിച്ച പാർട്ടി കൂടിയാണ്, അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ നയങ്ങൾ സ്വീകരിച്ചൊരു പാർട്ടിയാണ്. ഈ വലിയ മുറിവുകൾക്ക് മേൽ ഒരു ചായം പൂശാനുള്ള ശ്രമം മാത്രമാണോ ഇത്, അതോ അതിനപ്പുറം ചെയ്ത തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഒരു വലിയ തിരുത്തിലേക്കാണോ BJP നീങ്ങുന്നത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നും. ശ്രീ ശിവദാസൻ, ഈ ഇക്കുറി റംസാന് 32 ലക്ഷത്തോളം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം മതവിഭാഗങ്ങൾക്ക് ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. BJPയുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം. ആ രാഷ്ട്രീയത്തിൽ ഒരു മുസ്ലിം വിരുദ്ധ മുദ്ര എന്തായാലും BJP രാഷ്ട്രീയത്തിൽ പതിഞ്ഞു കിടപ്പുണ്ട്. ഇതൊരു തിരുത്താണോ അതോ ഒരു തന്ത്രമാണോ? നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഈ മുസ്ലിങ്ങളും BJPക്കാരും ശത്രുക്കളും ആരാ പറഞ്ഞേ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ ഹിന്ദുവാണ്. നമ്മളെ ബാലരാമപുരത്ത് തന്നെ മുസ്ലിങ്ങൾ വീട്ടുകളിൽ ഈ ചക്കാത്ത് കൊടുക്കുന്ന സമയമാണ് ഈ സമയം. പാവപ്പെട്ട മുസ്ലിങ്ങൾ പോയി അവർ കേക്ക് അരി കൊടുക്കും, പൈസ കൊടുക്കും, പല പല കാര്യങ്ങളും കൊടുക്കും. അതുകൊണ്ട് ഒരു ഉച്ചയ്ക്ക് അവർ നൊയമ്പ് കൊടുക്കുന്നത് അങ്ങനെയാണ്. ഹിന്ദുക്കൾ പോകാറുണ്ട്, വാങ്ങാറുണ്ട്. എന്നെ ആക്കിയത് മുസ്ലിങ്ങളാണ്. ശിവദാസിന്റെ വ്യക്തി നേരെ ആക്കിയത് മുസ്ലിങ്ങളാണ്. ഞാൻ ഹിന്ദു വിശ്വാസിയാണ്. എന്റെ കുടുംബമായാലും എന്നെ ആയാലും ഒരു മുസ്ലിം കുടുംബമാണ്. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ മണ്ണിക്കത് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയ സൗദിക്കത് കഷ്ടപ്പെട്ട ആ ഓരോ രൂപയ്ക്ക് വിലയുണ്ട്. പക്ഷെ ഒരിക്കലും BJPക്കാർ മുസ്ലിം വിരുദ്ധം പറഞ്ഞ തെറ്റാണ്. ഞാൻ കാരണം ഒന്ന് കേട്ടാൽ എന്തുകൊണ്ട് അവർ ഹിറ്റ് കൊടുത്ത കുഴപ്പം എന്താണ്? എത്ര ലക്ഷം പേർക്ക് മുസ്ലിം BJP ഭരിക്കുന്ന BJPയുടെ നമ്മുടെ മോദിയുടെ ഫണ്ടിൽ നിന്നും മറ്റേ കിസാൻ പദ്ധതിയോട് 8,000 രൂപ പെൻഷൻ വാങ്ങുന്നുണ്ട്, 8,000 അവർ ലോൺ എടുക്കുന്നുണ്ട്. അതൊന്നും വെളി വരില്ല. അത് എല്ലാ മതക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും വാങ്ങുന്നുണ്ട്. അതിന് ഒരിക്കലും എനിക്ക് തെറ്റായി തോന്നുന്നില്ല. അങ്ങനെ തെറ്റായി തോന്നുന്ന മുസ്ലിങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അപൂർവ ചില ആൾക്കാരായിരിക്കും ഈ വർഗീയത മനസ്സിൽ കൊണ്ടുവെക്കുന്ന ആൾക്കാർ. പക്ഷെ ഇത് കൊടുക്കുന്ന ഒരു കാരണവശാലും എനിക്ക് തെറ്റായി തോന്നുന്നില്ല. നല്ലൊരു കാര്യമാണ്. ക്രിസ്ത്യാനി മുസൽമാനും ഹിന്ദുവും ഓണവും റംസാനും ക്രിസ്മസ് എല്ലാം ഒരുമിച്ച് ആഘോഷിച്ച് സന്തോഷിച്ച് മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന തത്വവും മനസ്സിലാക്കിക്കൊണ്ടും മതവും ജാതിയും ഒന്നും ഒരിക്കലും നമ്മുടെ ഇടയിൽ തടസ്സമാവരുത്. പക്ഷേ ഒരു പാർട്ടി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകുക സ്വാഭാവികമല്ലേ? ഇല്ല സാറേ, ഞാൻ കിരൺ സാറ് അങ്ങനെ എന്താ പെട്ടെന്ന് ചെയ്യുന്നത്? എന്തെല്ലാം ഈ കാര്യം ഒഴിച്ചിട്ട് താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇത്തവണ റംസാന് ഒരു സമ്മാനം നൽകുന്നു BJP. ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു നീക്കം നടക്കുന്നത്. എന്താവും ഇതിന് പിന്നിൽ? കിരൺ സാർ നമസ്കാരം. നമസ്കാരം. സാറിന്റെ അവതരണത്തിൽ വമ്പിച്ചൊരു തെറ്റുണ്ടല്ലോ സാർ. അതെന്താണ്, പറയൂ. എക്കാലത്തും മുസ്ലിങ്ങൾ വിരോധിയായ ഒരു പാർട്ടിയാണ് BJP. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മുസ്ലിം വിരോധ മുദ്രയുള്ള പാർട്ടിയാണ് BJP എന്നാണ്. അത് ശരിയല്ലേ? സാറിന് എവിടുന്ന മുസ്ലിം വിരോധ മുദ്ര കിട്ടിയത് BJPക്ക്? എന്തായാലും BJP എന്ന പാർട്ടിക്ക് ഒരു മുസ്ലിം വിരോധ മുദ്ര ഇല്ല എന്ന് താങ്കൾ പറഞ്ഞാൽ, ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ശ്രീ ബാലകൃഷ്ണൻ ഞാൻ പറഞ്ഞോട്ടെ, എവിടെയെങ്കിലും മുസ്ലിം വിരോധം മുസ്ലിങ്ങൾക്ക് കൊടുക്കാണ്ടിരുന്നിട്ടുണ്ടോ? ശ്രീ ബാലകൃഷ്ണൻ അവതരണം തീരെ ശരിയല്ല. ശ്രീ ബാലകൃഷ്ണൻ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എന്തായാലും BJP എന്ന പാർട്ടിക്ക് മുസ്ലിം വിരോധ മുദ്രയുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾ ഇനി എങ്ങനെ അതിന്റെ ചരിത്രം മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ, BJPയുടെ വളർച്ചയുടെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ, നേതാക്കളുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ ഇന്ത്യയിൽ നടന്ന കലാപങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ ഒരു മുദ്ര അതിനുണ്ട്. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, സാർ ഈ വിരോധാഭാസം എപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്.
മുസ്ലിം വിരോധ മുദ്ര എവിടെയാണ് ബി ജെ പിക്ക് സാറ് കണക്കാക്കുന്നത്? സാറൊന്ന് പറഞ്ഞതാ എനിക്ക്. ശരി, ഓക്കെ. എന്നാൽ താങ്കൾക്ക് ഇതുവരെ താങ്കളുടെ ദൃഷ്ടിയിൽ അങ്ങനെ ബി ജെ പിക്ക് ഒരു മുസ്ലിം വിരോധം ഉള്ളതായി തോന്നിയിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു ബി ജെ പിക്കെതിരെ അങ്ങനെ ആരോപണം ഉള്ളതായി താങ്കൾക്ക് തോന്നിയില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ആരോപണമുണ്ട്. സാറ് പറയുന്ന അതാ പറഞ്ഞ അത് തന്നെയാണ് പറഞ്ഞ അങ്ങനെ ഒരു മുദ്ര ഉണ്ട് എന്ന്. എങ്ങനെയാണ് സാർ മുദ്ര? അങ്ങനെ ഒരു മുദ്ര ഉണ്ടായത് ചാനലിനോ ഇംഗിതമുണ്ടെങ്കിൽ അത് അങ്ങനെ പറയാം. ആരുടെയും ഇംഗിതമൊന്നുമല്ല ശ്രീ ബാലകൃഷ്ണൻ. ഓരോ പാർട്ടികൾക്കും ഓരോ തരത്തിലുള്ള ആരുമായി ചേർന്ന് നിൽക്കുന്നു. ഭീകരവാദം നടത്തുന്നവരോട് മാത്രമേ വിരോധമുള്ളൂ. ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഉദാഹരണം, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും വിവേചനം കാണിച്ചിട്ടുണ്ടോ? ഇതുവരെയും എന്റെ ഒരു സംശയം, ഇതുവരെയും ഇങ്ങനെ റംസാന് സമ്മാനമൊന്നും കൊടുക്കുന്ന രീതിയില്ലായിരുന്നു. ഇപ്പോൾ പാർട്ടി അത് അവരും പാർട്ടിയും സംഘപരിവാറും തീരുമാനിക്കും. അതാ ചോദിച്ചത്. ഇപ്പൊ കഴിഞ്ഞ ക്രിസ്മസിന് വരുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് സമ്മാനം കൊടുക്കുന്നു. നിങ്ങളല്ല അജണ്ട തീരുമാനിക്കുന്നത്. പാർട്ടി എപ്പോൾ ഞങ്ങളല്ല അജണ്ട തീരുമാനിക്കുന്ന പാർട്ടിയാണ്. അതിന് സംശയം എന്താ? എങ്ങനെ അജണ്ട തീരുമാനിക്കുന്ന പാർട്ടിയാണ് ബാലകൃഷ്ണൻ. അതിന് സംശയം വല്ലതും ഉണ്ടോ? പിന്നെ താരത്തിന് ചോദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട അത്ര കാര്യങ്ങൾ ഇതുവരെ ഇല്ലാത്ത ഒരു ശീലം. അപ്പൊ കേരളത്തിലെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇതുവരെ കേരളത്തിൽ ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ്സുകാരോ CPM-കാരോ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയാണ് ഈ റംസാൻ ഇത് വല്ലതും ചെയ്യുന്നെങ്കിൽ ആർക്കും സംശയമൊന്നുമില്ല. അവരൊക്കെ ഇതൊക്കെ ചെയ്യാറുണ്ട്. അവർ ഹിന്ദു ആഘോഷവും ക്രിസ്ത്യൻ ആഘോഷവും മുസ്ലിം ആഘോഷവും ഒക്കെ ഏറ്റെടുക്കാറുണ്ട് ഈ പാർട്ടികൾ. പക്ഷേ BJP-യുടെ ഭാഗത്ത് നിന്ന് ഒരു മുസ്ലിം ആഘോഷം ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. സ്വാഭാവികമായും നമുക്കൊരു കൗതുകം ഉണ്ടാവും. എന്താണ് അതിന് കൊല്ലാനാണോ വളർത്താനാണോ എന്നുള്ള ചോദ്യം ഉണ്ടാവില്ലേ? കൗതുകം ഉണ്ടാവും. നിങ്ങൾ ഇനിയും പല കൗതുകങ്ങളും കാണാൻ പോന്നാ. പക്ഷെ നിങ്ങൾ മുദ്ര അടിക്കുന്നത് വളരെ മോശം. ഞാനല്ല മുദ്ര അടിക്കുന്നത്. അങ്ങനെ ഒരു മുദ്ര BJP-ക്ക് ഉള്ളത് ഞാൻ ഉണ്ടാക്കിയതുമല്ല. സാറ് തന്നെ മുദ്ര അടിക്കുന്നത്. ശരി, ഓക്കെ. എന്നാൽ ഞാൻ അടിച്ചാലൊന്നും ഒരു പാർട്ടിക്ക് ഒരു മുദ്രയും വരില്ല. ഞാൻ അങ്ങനെ ഒരാൾ അടിച്ചോടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമെന്നും എനിക്ക് അങ്ങനെയുള്ള അമിതമായ വിശ്വാസമൊന്നുമില്ല ശ്രീ ബാലകൃഷ്ണൻ. ഒരു കുഴപ്പമില്ല. സാറ് മുദ്ര അടിച്ച ഒരു കുഴപ്പമില്ല. ഓക്കെ ശ്രീ ബാലകൃഷ്ണൻ. നമുക്ക് ശ്രീ ശരത്താണ്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ റംസാന് കിറ്റ് വിതരണം ചെയ്യുന്നു. 32 ലക്ഷത്തോളം വരുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യുന്നു BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ. അത് അത്തരമൊരു നീക്കം ആദ്യമാണ് BJP-യുടെ ഭാഗത്ത് നിന്ന്. എന്താവും അതിന്റെ പിന്നിലെ ലക്ഷ്യം? നമസ്കാരം. നമ്മള് കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് വന്നല്ലേ ഇടയ്ക്ക് വെച്ച്? ഇല്ല, നമ്മൾ സ്ഥിരമായിട്ടുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. താങ്കളെ കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ഇടയ്ക്ക് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട്. ശരി, ഓക്കെ. എല്ലാ ദിവസവും നമ്മള് തിങ്കൾ മുതൽ തിങ്കൾ വരെ എന്ന് തന്നെ പറയാം. ആഴ്ചയിൽ 7 ദിവസവും വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ പൊതുവേദി ഉണ്ട്. മുമ്പ് ഞായറാഴ്ച ഇല്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായി പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് ഞായറാഴ്ച, എന്നുവെച്ചാൽ കുറെ ആളുകൾക്ക് ഞായറാഴ്ച വേണം എന്നുള്ള ആവർത്തിച്ചുള്ള ആവശ്യം വന്നപ്പോഴാണ് നമ്മൾ ഞായറാഴ്ച കൂടി അത് ഉൾപ്പെടുത്തിയത്. ശരി. അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത്, ഇപ്പോ ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയാലും അവര് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ചില നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. കാരണം കഴിഞ്ഞ തവണ ക്രിസ്മസിന് കേക്ക് വിതരണം ചെയ്തു നമ്മൾ പറഞ്ഞു. ഇത്തവണ ഇപ്പോൾ ഈ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഏതൊരു പാർട്ടിക്കും നിലനിൽക്കണമെങ്കിൽ അവർക്ക് അവിടെ ആ രീതികളിൽ മാറ്റം വരുത്തിയാലേ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം പല പാർട്ടികളിൽ ഇപ്പം തന്നെ നമ്മൾ ഇടതുപക്ഷവും വലതുപക്ഷവും നമ്മൾ ആ ഭരണത്തെ കണ്ടു. അപ്പം ഇനി പുതിയൊരു പാർട്ടി വരണമെങ്കിൽ തീർച്ചയായിട്ടും പുതിയ മാറ്റങ്ങൾ വരണം. അവിടെ ജാതിയും മതവും ഒന്നും നോക്കിയിട്ട് ഇനി കാര്യമില്ല. താങ്കൾ പറയുന്ന ഒരു നല്ല രീതിയിലുള്ള തിരുത്താണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് തിരുത്താനുള്ള ഒരു അവസരമാണ്. കേരളത്തിൽ കൂടെ ഒരു അവസരം വരട്ടെ. ശരി, ഓക്കെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വേണുഗോപാലാണ് കൊല്ലത്ത് നിന്നും. ശ്രീ വേണുഗോപാൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാധാരണഗതിയിൽ ഈ ക്രിസ്ത്യൻ കഴിഞ്ഞ തവണയൊക്കെ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തെ അടുപ്പിക്കാൻ വേണ്ടിയുള്ള BJP-യുടെ ശ്രമമൊക്കെ ഉണ്ട്. ക്രിസ്മസിന് കേക്ക് വിതരണം ചെയ്യുന്ന ശ്രമം കഴിഞ്ഞ പ്രാവശ്യം നടന്നു. ഇത്തവണ ഈ ഇന്ത്യയിലാകമാനമുള്ള 32 ലക്ഷത്തോളം ദരിദ്രരായ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം മതവിഭാഗങ്ങൾക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്യുന്നു BJP. എന്താവും ഇത്തരം ഒരു തീരുമാനത്തിന് പിന്നിൽ? അവരെ നയിച്ച ഒരു കാരണം എന്താണെന്ന് തോന്നുന്നു? സാറേ നമസ്കാരം. സാറേ നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, നമ്മുടെ ഈ BJP പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നതാണേ. അതെ. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും കേരളം ഭരിക്കണം. ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷവും ഭരിച്ച് നമ്മളിതെല്ലാരും കണ്ട് അനുഭവിച്ചൊക്കെ ഇരിക്കുന്നില്ലേ. അപ്പൊ ഒരു തവണ നമ്മളൊന്ന് കൊടുത്തു നോക്കാം, അതല്ലേ ഏറ്റവും നല്ലത്. അത് അങ്ങനെ ഒരു തവണ കൊടുക്കാൻ, അങ്ങനെയാണെങ്കിൽ വേറെ ഒരുപാട് പാർട്ടികളൊക്കെ ഇല്ലേ? അല്ല, അങ്ങനെയല്ലല്ലോ. ഒരുപാട് തവണ കേന്ദ്രം ഭരിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഭരിക്കുന്നവരാ നമ്മുടെ BJP അല്ല ഭരിക്കുന്നത്. ഞാൻ BJP-കാരനല്ല. BJP ആണ് ഇപ്പൊ കേരളം ഭരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്രയോ മുസ്ലിങ്ങൾ ജീവിക്കുന്നത്, എത്രയോ മുസ്ലിങ്ങൾക്ക് സഹായങ്ങൾ കിട്ടുന്നു.
അത് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പൊ മുസ്ലിങ്ങൾക്ക് സഹായം കിട്ടുന്നത് ഹിന്ദുവിന് സഹായം കിട്ടുന്നത് ഇന്ത്യയിലെ പൗരന്മാർക്കെല്ലാം തുല്യമായ അവകാശമല്ലേ, അല്ലാതെ ഏതെങ്കിലും മുസ്ലിങ്ങളും ഇന്ത്യയിലുള്ളതാണ്, ഹിന്ദുക്കളും ഇന്ത്യയിലുള്ളതാണ്. അതെ, മുസ്ലിമും ഹിന്ദുക്കളും എല്ലാം ഇന്ത്യയുടെ ഭാഗമാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് അധികമായ ഒരു അവകാശമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ കൂടുതൽ അവകാശം ഉണ്ടെന്ന് പറയാനില്ല, എല്ലാവർക്കും തുല്യ അവകാശമാണ്. തീർച്ചയായിട്ടും സാറേ, അത് തന്നെ ഞാനും പറഞ്ഞത്. നമ്മുടെ ഈ നാട് ഈ ഇപ്പൊ രണ്ട് കൂട്ടർ ഇവിടെ ഭരിച്ചിട്ട് നമുക്ക് എന്തോ നേട്ടം ഉണ്ടായി? നമുക്ക് കേരളം കാണുന്നത് ഈ കണ്ട നേട്ടങ്ങളെല്ലാം കേരളം ഉണ്ടാക്കിയത് ഈ കേരളത്തിൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും മാറി മാറി ഭരിച്ചു തന്നെ ഉണ്ടാക്കിയ നേട്ടങ്ങളാണ്. മറ്റു സംസ്ഥാനങ്ങളെക്കാൾ നമ്മൾ മുന്നിൽ നിൽക്കാനുള്ള കാരണവും ഒരു തരത്തിലൊക്കെ പറഞ്ഞ രാഷ്ട്രീയ കാരണവും ഒക്കെ അതൊക്കെ തന്നെയാണ്. നമ്മളിവിടെ ഈ കണ്ടോണ്ടിരിക്കുന്നത് അവര് തമ്മിൽ കുത്തുമല്ലേ, നമ്മളിതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ നമ്മൾ ഒരു അവസരം വേണുഗോപാൽ, ഞാൻ ചോദിക്കുന്ന ഒരു സംശയം, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായി സാംസ്കാരികപരമായി ഏത് ആരോഗ്യ മേഖല എടുത്താലും അത് അങ്ങനെ ഏത് മേഖല എടുത്താലും ഇന്ത്യയിലെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളെക്കാളും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ജീവിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അങ്ങനെയൊക്കെ ഈ നാടിനെ മാറ്റിയെടുത്തതിൽ കേരളത്തിൽ ഇത്രയും കാലം ഭരിച്ച LDF-നായാലും UDF-നായാലും ഒരുപോലെ പങ്കുണ്ട്. അല്ല, അത് കേരളം മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്നുള്ള ഭരണം കൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ ആയത്. അപ്പൊ നമ്മള് ഇപ്പൊ 10 വർഷം കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചപ്പോ എന്ത് സംഭവിച്ചോ നമ്മൾ കണ്ടോണ്ടിരിക്കുക. കോൺഗ്രസ് 10 കൊല്ലം ഭരിച്ചപ്പോൾ അങ്ങനെ കേരളത്തിന് വലിയ നഷ്ടങ്ങളും എല്ലാം ഉണ്ടായോ? കേരളത്തിൽ ഒരുപാട് പുതിയ പദ്ധതികളും ഒക്കെ ഉണ്ടായില്ലേ UPA സർക്കാരിന്റെ കാലത്ത്? ഇപ്പൊ ഇവിടെ ഭരിക്കുന്ന സർക്കാർ പറയുന്നത് ആശാവർഗമാരെ സമരത്തെ പറ്റി പറയുന്നത് കേന്ദ്രം തരണമെന്നാ പറയുന്നത്. കേന്ദ്രം കൊടുക്കേണ്ടത് കേന്ദ്രമല്ലേ കൊടുക്കേണ്ടത്? ശ്രീ വേണുഗോപാൽ, കേന്ദ്രം കൊടുക്കേണ്ടത് കേന്ദ്രമല്ലേ കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് തന്നേ പറ്റി, നമ്മൾ ചോദിച്ചു വാങ്ങണം. തീർച്ചയായിട്ടും അതൊക്കെ ഞാനും തരുന്നില്ല എന്നുള്ളത് ന്യായമായ കാര്യങ്ങൾ നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കാര്യമാണ് പറഞ്ഞത്. BJP ഇവിടുത്തെ ഭരിക്കാൻ ഒക്കത്തില്ലെന്ന് നമ്മൾ പറഞ്ഞു കളയാൻ പറ്റില്ല. കാരണം ഫണ്ട് എത്രയോ വർഷം അങ്ങനെയൊന്നുമില്ല, ഭരിക്കാൻ ഒക്കുമോ ഇല്ലയോ എന്നൊക്കെ നാട്ടുകാർ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഏത് പാർട്ടി ഭരിക്കണം. നമ്മളെപ്പോലുള്ളവർ തെരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും കേരളത്തിൽ അവരധികം. ഞാൻ BJP-കാരനല്ല 100%. ശരി, ഓക്കെ ശ്രീ വേണുഗോപാൽ, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, ഇത്തവണ റംസാൻ BJP കിറ്റ് നൽകുന്നു. അപ്പോൾ ഇതുവരെ ആദ്യമായിട്ടാണ് അങ്ങനെ BJP-യുടെ ഭാഗത്ത് നിന്ന് റംസാൻ ഒരു കിറ്റ് നൽകുക, അല്ലെങ്കിൽ ജില്ലാ തലത്തിലൊക്കെ റംസാൻ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്തായിരിക്കും അങ്ങനെ ഒരു നീക്കത്തിന് പിന്നിൽ? ശനിയ പൂജാരിയാണ് കാസർഗോഡ് നിന്നും. താങ്കൾ ആദ്യമായിട്ടാണോ ന്യൂസ് 18 പൊതുവേദിയിൽ വിളിക്കുന്നത്? അതെ, നമസ്കാരമുണ്ട്. താങ്കൾ കാസർഗോഡ് എവിടെയാണ്? കാസർഗോഡ് വിദ്യാനഗരത്തിന്റെ അടുത്ത്, കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെ അടുത്താണ്. ശരി, ഓക്കെ. എന്തായാലും താങ്കൾക്ക് ആദ്യമായിട്ട് വിളിക്കുന്നതാ. ഓക്കെ, ഇനി തുടർച്ചയായി വിളിക്കൂ താങ്കൾ. എന്തായാലും ആരും എന്ത് നല്ല കാര്യം ചെയ്യുന്നെങ്കിൽ അതിനെ അംഗീകരിക്കണം ഞങ്ങള്. ശരി, പറഞ്ഞോളൂ. അല്ല, ഏത് പാർട്ടിക്കാർ എന്ത് ചെയ്യുന്നെങ്കിൽ ഇത് ഞങ്ങൾ നല്ല കാര്യം ചെയ്യുന്നെങ്കിൽ അതിനെ അംഗീകരിക്കണം. ശരി, ഓക്കെ. ആരായാലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ അംഗീകരിക്കുക തന്നെയാണ് വേണ്ടത്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ പലപ്പോഴും പല ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നുകൂടി നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ഉയരും. നല്ലത് തന്നെ വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സന്ദീപാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ സന്ദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ റംസാന് BJP-യുടെ നേതൃത്വത്തിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് റംസാൻ കിറ്റ് നൽകുന്നു. എന്താവും ഇത്തരം ഒരു തീരുമാനത്തിന് പിന്നിൽ? അതൊരു തിരുത്താണോ അതോ ഒരു തന്ത്രമാണോ? അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ജോസഫാണ്. ശ്രീ ജോസഫ്, താങ്കൾക്ക് പറയാം. ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ മുസ്ലിമുകൾക്കെതിരായിട്ട് പറഞ്ഞോളൂ, താങ്കൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തത്തിൽ മുസ്ലിമുകൾക്കെതിരായിട്ട് അട്രോസിറ്റി നടത്തുന്ന ഒരു പാർട്ടിയാണ് BJP. അത് ഇവിടെ വന്ന് കിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും നാടകം നടത്തുക എന്ന് തന്നെയാണ്. വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ക്രിസ്ത്യൻസിനോടും അവർ ചെയ്യുന്നത് അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ പള്ളി അറ്റാക്ക് ഉണ്ടായി. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അരമനകൾ കയറുകയും വോട്ട് ക്യാൻവാസിക്കുകയും ചെയ്യുന്നു. അപ്പം അവരുടെ ഒരു തന്ത്രമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. ശരി, ഓക്കെ. ശ്രീ പ്രമോദാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ പ്രമോദ്, താങ്കൾ എങ്ങനെയാണ് ഈ BJP-യുടെ ഈ നീക്കത്തെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. അപ്പോ ഞാൻ സാറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ ഫസ്റ്റ് പറയുന്നത് തന്നെ ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നത്. കാരണം എന്തുകൊണ്ടാണ് വെച്ചാല് ഒരു ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഒരു റംസാനോ അല്ലെങ്കിൽ നമ്മൾ ഈ വിഷു പുലരിയിലോ അല്ല ഓണത്തിനോ അത് കൊടുക്കുന്ന സ്വാഭാവികമായിട്ട് അത് സാറ് പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. എന്താ അറിയാമോ,
മുസ്ലിം വിരോധമായി പറയുന്ന ഒരു കാര്യം. അങ്ങനെയല്ല പറഞ്ഞ മുസ്ലിം വിരോധ രാഷ്ട്രീയം എന്നുള്ള ഒരു മുദ്രയുള്ള പാർട്ടിയാണ് ബി ജെ പി. അത് അങ്ങനെ ഒരു മുദ്ര ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ഞാനും നിങ്ങളും പറഞ്ഞാൽ അത് ഇല്ലാതാകുമോ? മുസ്ലിം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗം ബി ജെ പി അവരുടെ സ്വന്തം പാർട്ടിയായി ഇപ്പൊ കോൺഗ്രസിനെയോ CPM-നെയോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയെ കാണുന്ന പോലെ ബി ജെ പിയെ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാനൊരു കാര്യം പറയാം. അല്ല സാർ, ഒരു കാര്യം, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും വക്താവല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, സാറ് തന്നെ അതൊരു വർഗീയവൽക്കരിക്കുന്ന അത് ഞാൻ ഉണ്ടാക്കിയതാണ് പ്രമോദേ, അല്ലല്ലോ. ഇത് ഈ നാട്ടിലൊരു യാഥാർത്ഥ്യമല്ലേ? ഇപ്പൊ നാട്ടിലെ ബി ജെ പി അത്തരത്തിൽ വിശ്വാസം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് എന്ത് കരുതിയാ ഞാൻ ബി ജെ പിയുടെ ഒരു പ്രവർത്തനത്തെ, അത് അവരുടെ രാഷ്ട്രീയം അത്തരം രാഷ്ട്രീയമാണ്. പക്ഷെ അതിനൊരു വ്യത്യാസം ആദ്യമായിട്ട് വന്നു. റംസാന് അവർ കിറ്റ് കൊടുക്കുന്നു. ഇതുവരെ അവരങ്ങനെ കിറ്റ് കൊടുക്കുന്നത് റംസാന് മുസ്ലിം ആഘോഷത്തിൽ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്? കാരണം അതിനെ 100 നമ്മള് 2 കൈയും കൂട്ടി സ്വീകരിക്കലുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ കാര്യം ഒരു പാർട്ടി ഒരാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് കൊല്ലാനാണോ വളർത്താനാണോ നമുക്കറിയില്ലല്ലോ. നമ്മൾ ചർച്ച ചെയ്യും. ചിലർക്ക് കൊല്ലാനാണെന്ന് അഭിപ്രായം, ചിലർക്ക് വളർത്താനാണെന്ന് വരും. ഞാൻ ഒരുപാട് മുസ്ലിം സഹോദരന്മാരെടുത്ത് നമ്മൾ ഈ റമദാനിൽ നമ്മൾ എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ കേരളത്തിൽ അങ്ങനെയാണ്. കേരളത്തിൽ എല്ലാ മനുഷ്യരും എല്ലാത്തിനും പങ്കെടുക്കും. എങ്ങനെ അത് പറയും? സാർ ഒരു മുസ്ലിം സഹോദരനാണെങ്കിൽ ഞാൻ ഒരു BJP പ്രവർത്തകനാണ്. ഞാൻ സാറിന്റെ അടുത്ത് ഞാൻ നേരിട്ട് കാണുവാണ്, അല്ലെ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരുമ്പോ ശത്രു മനോഭാവത്തോടു കൂടിയാണ് സാറ് എന്നെ കാണുക. ശ്രീ പ്രമോദേ, താങ്കളൊരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ മറ്റേതെങ്കിലും പാർട്ടികൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആഘോഷം സംഘടിപ്പിച്ചാൽ കേരളത്തിൽ ആർക്കും അത്ര ഒരു ചോദ്യം വരില്ല. ബി ജെ പിയെ സംബന്ധിച്ച് ഞാനോ നിങ്ങളോ ഒന്നുമില്ല. നിഷ്പക്ഷമായി ചിന്തിച്ചാൽ താങ്കൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ബി ജെ പിക്ക് ഒരു മുസ്ലിം വിരോധ മുദ്ര ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാനോ നിങ്ങളോ മായ്ച്ചാൽ മാറുന്നതല്ല മുദ്ര. അതെന്തിനാണ് വേദന? ആ പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ മുദ്ര ഉണ്ടായത് ഞാൻ ഉണ്ടാക്കിയതാണോ? കേരളത്തിലല്ലല്ലോ നടത്തുന്നത്, ഇന്ത്യയിലാകമാനം നടത്തുന്നതല്ലേ. മാറാട് കലാപത്തിലൊക്കെ ഏത് പാർട്ടിയും എങ്ങനെയൊക്കെ നിലപാട് സ്വീകരിച്ചെന്നും ആരൊക്കെ അതിന് പിന്നിലായിരുന്നു ഒക്കെ കേരള മലയാളിക്ക് നന്നായി അറിയാം. ആരും അത്ര വിശുദ്ധരായ കളിക്കാരുമൊന്നുമല്ല. അതിനകത്ത് മാറാട് കലാപത്തിൽ ആരൊക്കെ ഇടപെട്ടെന്നും എങ്ങനെയൊക്കെ ഇടപെട്ടെന്നും ഒക്കെ മലയാളിക്ക് നന്നായിട്ട് അറിയാം. അത്തരം വിഷയത്തിലേക്കൊന്നും പോകണ്ട. ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് തന്നെ ഒരു തമ്മിലടിപ്പിക്കലാണ് സാർ. അത് ചെയ്യരുത്. അങ്ങനെയല്ലല്ലോ. യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മറച്ചു വെച്ചോണ്ട്, ഞാൻ മറച്ചു വെച്ചോണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ചുപേർ മറച്ചു വെച്ചോണ്ടോ യാഥാർത്ഥ്യമല്ലാതാകുമോ? സാറേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാറിന്റെ അടുത്ത് ഈ പറയുന്നത് പൊതുജനങ്ങൾ കേൾക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ നിങ്ങളടുക്ക ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. അല്ല, 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ന്യൂസ് 8 ഇതുപോലത്തെ ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത്. അപ്പൊ എങ്കിലും ഞാൻ ഈ ഒരു സാറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വളരെ മോശമായി. ബാക്കി ഒരു കാര്യം, ശരി, താങ്കൾക്ക് ആ അഭിപ്രായം പറയാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്. താങ്കളുടെ അഭിപ്രായത്തെ ഞങ്ങൾ 100% മാനിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരേ അഭിപ്രായം ആവണം എന്നൊന്നുമില്ല. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങൾ ഏതായാലും നിങ്ങൾക്ക് പറയാം പൊതുവേദിയിൽ. അതിനുവേണ്ടിയാണ് പൊതുവേദി വെച്ചിരിക്കുന്നത് തന്നെ. അല്ലാതെ ഞങ്ങളുടെ അഭിപ്രായം തന്നെ നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ള വ്യവസ്ഥയൊന്നുമില്ല. അങ്ങനെയല്ല അംഗീകരിക്കേണ്ടതും. അവരവരുടെ അഭിപ്രായം വിരുദ്ധ അഭിപ്രായങ്ങളാണെങ്കിൽ അത് തുറന്നു പറയണം. അത് തുറന്നു പറയാനുള്ള അവസരം തന്നെയാണ് പൊതുവേദി നൽകുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ ശീലത്തിലേക്ക് ബി ജെ പി വരുന്നു. അതൊരു നല്ല മാറ്റമാണോ അതോ ഒരു തന്ത്രമാണോ? തികച്ചും മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ അവരും ആ ഒരു മുഖ്യധാര ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് സ്വന്തം ചേരിയിൽ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കേരളത്തിൽ അതിന്റെ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുന്നതിൽ ഒട്ടും തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അവർ ആ പാതയിലേക്ക് വന്നുവെങ്കിൽ അത് സ്വാഗതാർഹമെന്നേ പറയാനുള്ളൂ. മതങ്ങളെ ചെറുതായി കണ്ടുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനത്തിൽ നിന്നും ഇടതുപക്ഷ പാർട്ടികളെ പോലെ അവരെയും ന്യൂനപക്ഷങ്ങളെയും അംഗീകരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നെങ്കിൽ ഭാവിയിൽ ഒരു ഐകമത്യത്തിന്റെ ഒരു വലിയ വളരെ വ്യക്തമാണ്. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ബി ജെ പി ഒരു പുതിയ ശീലത്തിലേക്ക് തുടക്കം കുറിക്കുന്നു. അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? എന്റെ അഭിപ്രായമല്ലല്ലോ ഇതിനകത്ത് വിഷയം. എന്നെ സംബന്ധിച്ച അഭിപ്രായം പറയുമ്പോൾ ബി ജെ പിയുടെ ഇതുവരെയുള്ള ചരിത്രം കൂടി എടുത്തിട്ടല്ലാതെ ഏത് കാര്യത്തിലും ബി ജെ പിയിലെ ഏത് പാർട്ടിയാലും അഭിപ്രായം പറയാൻ നമുക്ക് കഴിയും. അല്ല, ഒറ്റയടിക്ക് അത് നല്ലതാണ് ചീത്തയാണെന്ന് പറയാൻ കഴിയില്ല. അതിന് ഈ ബി ജെ പി അല്ല, നാളെ CPM ചെയ്താലും കോൺഗ്രസ് ചെയ്യുമ്പോഴും ഒക്കെ അവർ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ചർച്ച ഉണ്ടാവും. അത് കുഴപ്പമില്ല, ചർച്ച ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കുറെ നല്ല കാര്യങ്ങളൊക്കെ പറയണം. കാരണം ബി ജെ പി അങ്ങനെ വിരോധികളൊന്നുമല്ല, മുസ്ലിം വിരോധികളൊന്നുമല്ല. കുറെ ഇതിനകത്ത് കുറച്ച് RSSകാരും ഒരു ഹിന്ദു തീവ്രവാദികളും കൊണ്ട് അവരൊക്കെ
ഇച്ചിരി മുസ്ലിം വിരോധം ഉണ്ടെന്നുള്ളതല്ല. BJP അങ്ങനെ മുസ്ലിം വിരോധമുള്ള ഒരു പാർട്ടിയല്ല. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. എത്രയോ സംസ്ഥാനങ്ങളിൽ BJPക്ക് വേണ്ടി ശ്രീ രവീന്ദ്രൻ, ഞാൻ നേരത്തെ താങ്കളോട് ആവർത്തിക്കുന്നു, ഞാൻ പറഞ്ഞത് മുസ്ലിം വിരോധ മുദ്രയുള്ള പാർട്ടിയാണ്, അല്ല മുസ്ലിം വിരോധ പാർട്ടി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു മുദ്ര BJPക്ക് മേലുണ്ട്. അത് ഞാനും നിങ്ങളും എല്ലാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എല്ലാം അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഓരോ പാർട്ടിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ അവർ ഇന്ന കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ്, ഇന്നവരോട് എതിർക്കുന്ന ആളാണ്. ഇതൊക്കെ ജനത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇനി ആരെന്ത് ആവർത്തിച്ച് പറഞ്ഞാൽ അത് കിരണ തിരിച്ചുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവരെ. തിരിച്ചുണ്ടോ? അപ്പൊ അതിനകത്ത് പറയുന്നത് നമുക്ക് കാര്യമില്ല. അല്ല, അതുകൊണ്ട് അത് ഇല്ലാതാവുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതങ്ങനെ ഉണ്ട്, തിരിച്ചു മറിച്ചുകൊണ്ടതാണ്. നമ്മളിപ്പോ പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ല, കാര്യമുണ്ട്. ശരി, ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ഒരു പാർട്ടി പെട്ടെന്ന് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യം ആലോചിക്കില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് നേരത്തെയൊക്കെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായിട്ടുള്ള വലിയ കലാപങ്ങളിലും പ്രശ്നങ്ങളും ഒക്കെ ഇടപെട്ടിരുന്നു. മുസ്ലിം വിഭാഗവുമായിട്ടുള്ള വലിയ കലാപങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയ പാപക്കറയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു മാറ്റം വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഇത് നല്ലതിന് ചെയ്യുന്നതാണോ ചീത്തയ്ക്കാണോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവില്ലേ? അല്ല, നല്ല ചെയ്ത് മാറണം. നല്ല ചെയ്ത് മാറുക തന്നെയാണ് വേണ്ടത്. അത് ശരിയാണ്. നല്ല ചെയ്ത് മാറുന്നോണ്ടുള്ള ഓരോ പ്രാവശ്യവും തെരഞ്ഞെടുപ്പിന് ഇപ്പൊ 3ാം തവണയും തെരഞ്ഞെടുക്കാൻ കാരണം വെച്ചാൽ ആദ്യത്തെ പോലെ തന്നെ പ്രവർത്തിച്ചാൽ കിട്ടിയല്ല, രണ്ടാമത്തെ പോലെ പ്രവർത്തിച്ചാൽ 3ാമത് കിട്ടിയല്ല. ഇപ്പൊ മാറണം. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മളിപ്പോ ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ BJPക്കാരാണല്ലോ, അറിയാലോ. താങ്കൾ വിളിക്കുന്നത് അതിനാണെന്നൊക്കെ അറിയില്ല എല്ലാവർക്കും. അല്ല, BJP ഓരോരുത്തർ ഇപ്പൊ വിളിച്ചിട്ട് പറയുന്നത് BJPക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ട് ഞാൻ BJPക്കാരനല്ല, ഞാൻ BJPക്കാരനാണ്. അത് വരില്ല. നട്ടലോടുകൂടി പറയണം. അത് അക്കാര്യത്തിൽ താങ്കളെ അംഗീകരിക്കുന്നു. പലപ്പോഴും പലരും വിളിച്ചിട്ട് ഞാൻ ആ പാർട്ടിക്കാരനൊന്നും അല്ല കേട്ടോ, പക്ഷെ എന്നാ ഞാൻ പാർട്ടിക്കാരനല്ല, ഞാൻ BJPക്കാരനല്ല കേട്ടോ, ഞാൻ BJPക്കാരൻ വോട്ട് ചെയ്യില്ല. അതിന്റെ അങ്ങനെ പറയുന്നത് BJPക്ക് അനുകൂലമായിട്ട് പറയണം. BJPക്കാരനാണ് നട്ടലോട് കൂടി പറയണം. അങ്ങനെയാണ് ഞങ്ങളുടെ അക്കാര്യത്തിൽ ഏത് പാർട്ടിയായാലും അവരത് ഒരാളുടെ ഒരു അഭിപ്രായം തുറന്നു പറയുന്നില്ല, അവരെ അംഗീകരിക്കും. പിന്നെ എന്നാ വെച്ചാൽ നല്ല മാറ്റം സാറേ, നല്ല മാറ്റം വന്നു. എല്ലാവരും എന്തായാലും നല്ല മാറ്റം, എല്ലാവരും എല്ലാം തിരിച്ചറിഞ്ഞ് നല്ല മാറ്റത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. അത് നന്ദകുമാർ പി, അദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനെ എഴുതുന്നതാണ്. അദ്ദേഹം ഇപ്പോഴും അവതാരകൻ എവിടെ നിന്നാണ് ഈ മുദ്ര കണ്ടെത്തിയെന്ന് വളരെ മോശമായി പോയി. നന്ദകുമാർ പി, ഞാൻ ജീവിക്കുന്നത് ഈ സമൂഹത്തിലാണ്, ഈ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അറിഞ്ഞു തന്നെയാണ്. സാമാന്യ ബുദ്ധിയുള്ള, സാമാന്യം ചിന്തിക്കുന്ന ഏത് മനുഷ്യനും ഏത് പാർട്ടിയെക്കുറിച്ചും ഒക്കെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിനകത്ത് ജനങ്ങളുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം പറയുന്നതിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റുണ്ട് എന്ന് കരുതുന്നില്ല. അതിന് മോശമായിട്ട് ഒന്നും തോന്നുന്നില്ല. ചെയ്ത പ്രവൃത്തിക്ക് എവിടെയെങ്കിലുമൊക്കെ മോശമായിട്ട് പ്രവൃത്തികൾ ഉണ്ടതുകൊണ്ടാണ് അത്തരത്തിലൊരു മുദ്ര അവർക്കുണ്ടായത്. അത് എല്ലാ പാർട്ടികൾക്കും അങ്ങനെ അതുകൊണ്ട് BJP വഴിയുള്ള പാർട്ടികളെല്ലാം നല്ലതെന്നൊന്നുമില്ല. ഓരോ പാർട്ടികളും പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകളുടെയൊക്കെ മുദ്ര അവരുടെ പേർത്ത് എല്ലാ കാലത്തും ഉണ്ടാവുകയും ചെയ്യും. ശ്രീ ശിവൻകുട്ടി CR പറയുന്നു, എന്ത് കൊടുത്താലും പള്ളി പൊളിച്ചതിൻ്റെ പാവക്കറ തീരില്ല എന്ന് പറയുന്നു. കേന്ദ്രം ഭരിച്ചപ്പോൾ തന്നെ മതിയായി, ഇനി കേരളവും കൂടി കൊടുത്താൽ നന്നായിരിക്കും. 324 രൂപ ഉണ്ടായിരുന്ന ഗ്യാസ് 1000-ന് മുകളിലായി. 64 രൂപയുടെ പെട്രോൾ 100-ന് മുകളിലായെന്ന് ജയകുമാർ പറയുന്നു. സുനിമോൾ പറയുന്നു, BJP മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന് പറയരുത്. ഏത് പാർട്ടി നല്ലത് ചെയ്താൽ അംഗീകരിക്കണം. മതസൗഹാർദ്ദം നിലനിർത്താനായിരിക്കും കിറ്റ് കൊടുക്കുന്നത്. നല്ല തീരുമാനം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ തന്നെ ചാനലിലൂടെ വർഗീയത വളർത്തുകയാണെന്ന് ഫിറ്റ സമയവും ഒക്കെ പറയുന്നു. ഈ ഫിറ്റ സമയമൊക്കെ ആദ്യം നിങ്ങൾ സ്വന്തമായി ഒരു പേരിൽ വന്ന്, നേരത്തെ രവീന്ദ്രൻ പറഞ്ഞ പോലെ അയാൾ BJPക്കാരനാണ്, അദ്ദേഹം BJP ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആൾക്ക് അനുകൂലമായ അഭിപ്രായം പറയുന്നത്. അങ്ങനെ ഏത് പാർട്ടിക്കാരനും ഏത് സ്വന്തം പേരിൽ തന്നെ നിങ്ങൾക്ക് അഭിപ്രായം പറയാവുന്നതാണ്. എന്തിനാണ് ഈ മറ്റു പേരുകളൊക്കെ എടുക്കുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. നേരത്തെ നിങ്ങളോട് ഇത് ചോദിച്ചിരുന്നു. നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് പറയണമെന്ന് സമയ 9 മീഡിയ പറയുന്നു. സുനിമോൾ പറയുന്നു, ഏത് പാർട്ടി നല്ലത് ചെയ്താലും അംഗീകരിക്കണം. ഹരിദാസൻ നായർ MS പറയുന്നു, താങ്കളുടെ മനസ്സിൽ വല്ല അജണ്ടയും ഉണ്ടെങ്കിൽ അത് അവിടെ ഭദ്രമായി ഇരിക്കട്ടെ, അതല്ലേ നല്ലത് എന്ന് പറയുന്നു. ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് കിറ്റ് കൊടുത്താൽ മതിയോ എന്ന് ജയകുമാർ ചോദിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മുടെ യൂട്യൂബിലും ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ടോ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അരവിന്ദാക്ഷനാണ് തിരുവനന്തപുരത്ത്. ശ്രീ അരവിന്ദാക്ഷൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? BJP ഇതുവരെ ഇല്ലാത്ത ഒരു രീതി, അതൊരു നല്ല മാറ്റമായി തന്നെ കരുതാമോ? ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, BJPയുടെ ഈ ഒരു മാറ്റത്തെ ഒരു തെറ്റ് തിരിച്ചറിഞ്ഞുള്ള ഒരു നല്ല മാറ്റമായി കാണണോ, അതോ അത് തന്ത്രപരമായ നീക്കമായി കാണണോ? ഈ കുറുക്കൻ നീലക്കളറിൽ വന്നാലും കുറുക്കനെ കുറുക്കനായിട്ടല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ കാണാൻ കഴിയുമോ? കുറുക്കൻ തന്നെയാണ്. ഇവര് പറയുന്നു ഇവിടെ ഞങ്ങൾ മാറ്റം കൊണ്ടുവരാൻ പോകുന്നു. ആദ്യം മാറ്റം കൊണ്ടുവരേണ്ടത് ഇവരുടെ പ്രത്യയശാസ്ത്ര പുസ്തക ഡോക്യുമെന്റ് ആയിട്ടുള്ള വിചാരധാര കത്തിച്ചു കളയുക എന്നുള്ളതാണ്. അതിനകത്താണല്ലോ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം. കമ്മ്യൂണിസ്റ്റുകാര് രാഷ്ട്രീയമായി ശത്രുക്കളാണെന്ന് അവർ കരുതട്ടെ. പക്ഷേ ഈ എന്തിനാണ് ഈ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ അവർ ശത്രുക്കളായിട്ട് കാണുന്നത്? ആദ്യം ആ ബുക്ക് കത്തിച്ച് കളഞ്ഞിട്ട് വേണ്ടേ ഇവർ ഈ പറയുന്ന കിറ്റും കൊണ്ട് ഇറങ്ങാൻ?
ഗുജറാത്തിൽ 2000 ചില്ലാനം പേര് ഈ ഉമ്മ വെച്ചതല്ലേ, നമുക്കറിയാലോ. ഈ പ്രധാനമന്ത്രിയുടെ കാലത്തല്ലേ അവിടെ ഉമ്മ വെച്ചത്. അപ്പൊ ഇതൊക്കെ നടത്തി ഇവിടെ പിന്നെ ഉത്തർപ്രദേശിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് ഡൽഹിയിൽ ബുൾഡോസർ കൊണ്ടുവന്ന് ചെയ്യുന്നത്? ഈ കിറ്റും കൊണ്ടിട്ട് ആ ബുൾഡോസറിന്റെ ഫ്രണ്ടിൽ കെട്ടിയിട്ടാണോ ഇവർ കൊണ്ടുപോകുന്നത്? ഒരു ഉളുപ്പും ഇല്ലാത്ത കുറെ സംഘികൾ വന്നിട്ട് പറയണം ഞങ്ങൾക്കിപ്പൊ സ്നേഹമാണ്, ഞങ്ങൾ ഇവിടെ ഇതാ ഈ പറയുന്ന ചിലപ്പോൾ തെറ്റ് ചെയ്ത് തിരിച്ചറിഞ്ഞ അവർ ഒരു നല്ല തെറ്റ് ചെയ്ത് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? അവരുടെ പ്രത്യയശാസ്ത്ര ബുക്ക് തന്നെ കത്തിച്ചു കളയണ്ടേ? ആ ബുക്ക് കത്തിച്ചു കളഞ്ഞ സമസ്താപരാധം പറഞ്ഞ് മാപ്പ് പറയണ്ടേ? എന്നിട്ട് ഈ കിറ്റ് കൊടുക്കുന്നു. ഈ കിറ്റിലെ ഭക്ഷണം ഹലാൽ ഭക്ഷണമാണ് ഇസ്ലാം മതവിശ്വാസികൾ കഴിക്കുന്നത്. ഈ ഹലാൽ ഭക്ഷണത്തിനെതിരെയുള്ള ഇവരുടെ നിലപാടെന്താ? അപ്പൊ ഇവരെ ഈ ഹലാൽ ഉള്ള സാധനങ്ങളാണോ ഇത് കൊടുക്കാൻ പോകുന്നത്? അപ്പൊ ഇവര് അടിമുടി അറിയില്ല നമുക്ക് തൽക്കാലം. അല്ല, ഞാൻ പറഞ്ഞത് കിറ്റിൽ ഹലാൽ ഭക്ഷണം കൊടുക്കണ്ടേ? മുസ്ലിങ്ങൾ ഹലാൽ ഭക്ഷണം. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഈ നേരത്തെ വിളിച്ചത് എനിക്കാണെങ്കിൽ അവസരം തരാതെ ലാസ്റ്റ് മിനിറ്റിൽ ഒരു മിനിറ്റൊക്കെയാണ് കിട്ടുന്നത്. അതായത് ഈ വിഷയത്തിൽ ഇവര് സമസ്താപരാധം ഈ ഇസ്ലാം മതവിശ്വാസികൾ കഴിഞ്ഞ ദിവസമല്ലേ 4% കർണാടകത്തിലാക്കിയതിന്, അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ചർച്ച എടുത്തു വെച്ച് നോക്കൂ. ഈ ചർച്ചകളിൽ ഏതെങ്കിലും ഒരു ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട ചർച്ചയാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത് ഈ സംഖ്യകള്. അപ്പൊ ഇതേപോലെ ഈ മുഖംമൂടിയിട്ട് മാരീചന്മാരായി വോട്ടിന് ഇപ്പൊ നേരത്തെ BJP-കാരനെ നട്ടലുള്ള BJP-കാരൻ വന്ന് പറഞ്ഞതാ ഞങ്ങൾ വോട്ടിന് വേണ്ടി ചെയ്യുമെന്ന്. കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സുധീഷാണ് വയനാട് നിന്ന്. ശ്രീ സുധീഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു നല്ല മാറ്റമാണോ അതോ ഒരു തന്ത്രപരമായ നീക്കം മാത്രമാണോ? നല്ലൊരു മാറ്റമാണ് സാർ. നല്ലൊരു മാറ്റമാണ് അത്. എന്താണെങ്കിലും നമ്മൾ നല്ലത് ചെയ്താൽ നമ്മൾ അത് അംഗീകരിക്കുക തന്നെ വേണം. അപ്പോൾ ഇത് സ്വാഭാവികമായി വരുന്നൊരു ചോദ്യം, മുൻകാലങ്ങളിലൊക്കെ ആ മുസ്ലിം സമുദായത്തിന് മേൽ ഉണ്ടായ തെറ്റുകൾക്ക് കൂടി അത് തെറ്റായി പോയി എന്ന് അംഗീകരിക്കുക കൂടി വേണ്ടേ എന്നൊരു ചോദ്യം കൂടി വരുന്നില്ലേ? ഇല്ല, അങ്ങനെ തെറ്റായ അത് കുറെ സോഷ്യൽ മീഡിയകളും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് പടച്ചുവിട്ട കുറെ കാരണങ്ങളല്ല. സോഷ്യൽ മീഡിയ ഒന്നുമല്ല, കലാപത്തിന്റെ ഒക്കെ ഇന്ത്യയിൽ എത്രയോ പേർ കൊല്ലപ്പെടുകയും എത്രയോ പേർക്ക് വീട് നഷ്ടപ്പെടുകയും അതാ ഞാൻ പറഞ്ഞ അതൊക്കെ ഉണ്ടായിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം തെറ്റുകളുടെയൊക്കെ ഒരു ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾക്ക് കൂടി മാപ്പ് പറയുക എന്നുള്ളതല്ലേ ശരി? അല്ല, മാപ്പ് പറയാ എന്നുള്ള അതല്ലല്ലോ കാര്യം. ഇത് അവര് നല്ലൊരു കാര്യം അവര് മുന്നോട്ടേക്ക് അവരാ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണല്ലോ. ശ്രീ വിനോദാണ്. ശ്രീ വിനോദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ശ്രീ വിനോദ് പറഞ്ഞോളൂ. താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? വിനോദ് കേൾക്കാമോ? താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഇനി പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. സാറേ, ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. മനസ്സിലായി, അതുകൊണ്ടാണല്ലോ TV മ്യൂട്ട് ചെയ്യാതിരുന്നത്. ഇനി വിളിക്കുന്ന പ്രഷറുടെ കൂടി ശ്രദ്ധയ്ക്ക് പുതുതായി വിളിക്കുന്നവരാണെങ്കിൽ TV മ്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മളുമായിട്ട് സംസാരിക്കാൻ, നല്ല കൃത്യമായി സംസാരിക്കാൻ. പറഞ്ഞോളൂ വിനോദ്. ഈ നരേന്ദ്രമോദിയുടെ ഭരണം ഇപ്പോൾ കേന്ദ്രത്തില് ഇപ്പൊ 15 വർഷമായിട്ട് നീണ്ടു നിൽക്കുന്നു. പക്ഷേ കേരളത്തിൽ ഈ ഒരു ചടങ്ങ് വളരെ ഇന്ത്യ മുഴുവനാണ് അത് കേരളത്തിലേക്ക് നമ്മളിപ്പം ഇത് വിതരണം ചെയ്യുന്നതിൽ ഈ കേരളവും കൂടെ പിടിക്കാനുള്ള തന്ത്രപരമായ നീക്കം തന്നെയാണ്. കാരണം അവര് കഴിഞ്ഞ വർഷമാണ് അത് ക്രിസ്മസിന് കേക്കുകൾ വിതരണം ചെയ്ത് അവർ ഈ രംഗത്തേക്ക് എത്തിയത്. ഈ ചില പ്രാന്തപ്രദേശങ്ങളിൽ അവർ തീർച്ചയായിട്ടും ഈ മുസ്ലിം വിരുദ്ധത അവർ കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ പല മേഖലകളിൽ അവർ മുസ്ലിം തീവ്രതകൾ കാണിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഇനി കേരളവും കൂടെ പിടിക്കണമെങ്കിൽ ഈ മുസ്ലിങ്ങളെയും ഈ ക്രിസ്ത്യൻസിനെയൊക്കെ ഒപ്പം നിർത്തിയാലേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകൂ എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് അവര്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രേക്ഷകന്റെ കൂടി പോകേണ്ടതുണ്ട്. കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? റംസാന് 32 ലക്ഷത്തോളം വരുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യുകയാണ് BJP. എന്തായിരിക്കും BJPക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള കാരണം? നമസ്കാരം. ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ശരി എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. നിങ്ങളിപ്പോ കട്ട് ചെയ്യുന്നു. ഇല്ല, ശരി, ചിലര് നമ്മൾ ശരി പറഞ്ഞില്ലെങ്കിൽ കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവര് നിർത്തിക്കളയും. അതുകൊണ്ട് നമ്മളെ പേടിയാ കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്യല്ലേ. അപ്പൊ ഞാൻ ശരി പറയുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത്, ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നത്തെ സംഭവം എന്താണ്? BJPയുടെ ഒരു MLA ഡൽഹിയിൽ പറഞ്ഞിരിക്കുകയാണ് നവരാത്രി ദിവസം ഇറച്ചിക്കടകളൊക്കെ അടച്ചിടണമെന്ന്. എന്ന് മാത്രമല്ല, അത് ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹമെന്നും പറഞ്ഞിട്ടുണ്ട്.
ബീഫ് കയ്യിൽ വെച്ചു എന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കോഴിയിറച്ചി കയ്യിൽ വെച്ചവരെയും തല്ലിക്കൊല്ലുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഇന്ത്യയിൽ എത്ര പള്ളികൾ പൊളിക്കാനാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. അതിൽ നിന്നും അവർ പിന്മാറിയിട്ടില്ലല്ലോ. എനിക്ക് കുറച്ചു മുമ്പേ സംസാരിച്ച ദീപു ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞില്ലേ, അതായത് വിചാരധാര തിരുത്തി കത്തിച്ചു കളയണമെന്ന്. ആ വിചാരധാര കേരളത്തിന് മാത്രമായിട്ട് അവർ തിരുത്തി എഴുതോ? ഇല്ലല്ലോ. ശ്രീകൃഷ്ണൻകുട്ടി ഇത് കേരളത്തിലേക്ക് മാത്രമുള്ളതല്ല, ഇന്ത്യ മുഴുവൻ മോർച്ചയുടെ നേതൃത്വത്തിലല്ല, കേരളത്തിലെ 32 ലക്ഷം പേർക്ക് അല്ല കൊടുക്കുന്നത്. അതെ, ഇത് കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാരിന് അത്ര പൊട്ടന്മാരാണോ? കേരളത്തിലെ മുസ്ലിംസ് എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരും അറിവുള്ളവരും വായിക്കുന്നവരും. ശരിയല്ല, മുഴുവൻ ബാക്കി കട്ടിയിട്ടില്ലേ? ശരി, എന്തായാലും താങ്കൾ കൃഷ്ണൻകുട്ടി പറഞ്ഞു കാണുമല്ലോ, താങ്കൾ അത്യാവശ്യം പറയാനുള്ള സമയം കിട്ടി, ബാക്കിയുള്ളവർക്ക് കൂടെ സമയം കൊടുക്കണ്ടേ? ഒരു കാര്യം കൂടെ, അതായത് നമ്മുടെ ശബരിമലയിലെ ബാബർനാളെ ഇടിച്ചു കളയണമെന്ന് പറഞ്ഞവരും അവിടെ കാണിക്കിടരുതെന്ന് പറഞ്ഞവരുമാണല്ലോ ഇവര്. ഈ അടുത്ത എനിക്ക് പറയാനുള്ളത് ഇവര് കൊണ്ടുവരുന്ന കിറ്റ് വിഷമായിട്ട് കണക്കാക്കി മുസ്ലിംസ് തെങ്ങിൻ ചോട്ടിലിട്ട് മണ്ണിട്ട് മൂടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അതൊക്കെ ഓരോരുത്തരും എങ്ങനെ സ്വീകരിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്, നമ്മളല്ല അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും അതങ്ങനെ നമുക്ക് ആരെങ്കിലും കൊണ്ടുവരുന്ന കിറ്റ് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തർക്ക് സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ ഓരോരുത്തർക്കും തുല്യമായ അവകാശമൊക്കെ ഉണ്ട്. ചിലർക്ക് ഇനി സ്വീകരിക്കാനും താല്പര്യമുണ്ടെങ്കിലും ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ നിൽക്കുന്ന മനുഷ്യർക്ക് ചിലപ്പോൾ ചില സഹായങ്ങളൊക്കെ അവർ ഇഷ്ടമില്ലാത്തതും ഒക്കെ സ്വീകരിച്ചെന്ന് വരും. അങ്ങനെ ഒരെണ്ണം തള്ളിക്കളഞ്ഞ് കുഴിച്ചു മൂടണം എന്നൊന്നും പറയേണ്ടതില്ല. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഷാജിയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഇപ്പോഴത്തെ ഈ നീക്കത്തെ എങ്ങനെയാണ് താങ്കൾ രാഷ്ട്രീയമായി കാണുന്നത്? താങ്കൾ കുറെ കൂടി രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്ന ആൾ കൂടിയാണല്ലോ. നമസ്കാരം. ഞാൻ ആദ്യമേ വേറൊരു കാര്യം എന്ന് പറഞ്ഞോട്ടെ. ഞാനാണ് ഷാജി കൊല്ലം എന്ന് പറഞ്ഞ് വിളിച്ചു തുടങ്ങിയത്. മറ്റൊരാളും ഷാജി കൊല്ലം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പൊ പലരും എന്നോട് ചോദിക്കണം നിലപാട് മാറ്റി വന്നു. അദ്ദേഹത്തിന് മറ്റൊരു നിലപാടുകാരനാണ്. അതുകൊണ്ട് ഷാജി കൊല്ലത്തിന് നമുക്ക് ഷാജി കൊല്ലത്ത് എവിടെയാണ്, നമുക്ക് അതോട് വേണമെങ്കിൽ ചേർക്കാം. അല്ല, അത് ഞാൻ ഷാജി കൊല്ലം എന്ന് പറഞ്ഞ് ഞാനാണ് വിളിച്ചു തുടങ്ങിയത്. നമുക്ക് എന്താണെന്നറിയാമോ ശ്രീ ഷാജി, നമ്മുടെ ഇവിടെ ഫോൺ വരും, അപ്പൊ അവർ പറയും ഞാൻ ഷാജിയാണ് കൊല്ലത്ത് നിന്നാണെന്ന് പറയും. അപ്പൊ നമ്മള് ഈ താങ്കളാണോ വിളിച്ചത് മറ്റേ ഷാജിയാണോ എന്ന് നമുക്ക് അറിയാമല്ലോ, ഒരേ പേരുകാരെ കാണില്ല. അങ്ങനെ ആണെങ്കിൽ താങ്കളുടെ ആ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അതോട് ഉൾപ്പെടുത്താം. കിളിയല്ലൂർ. ഓക്കെ, കൊല്ലം ഷാജി കൊല്ലം കിളിയല്ലൂരിൽ നിന്ന് പറഞ്ഞോളൂ. ഓക്കെ. പിന്നെ എനിക്ക് ചിലരുടെയൊക്കെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം ഞാൻ BJP ഒന്നും അല്ല, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അല്ലെങ്കിൽ എനിക്ക് നിഷ്പക്ഷമായ രാഷ്ട്രീയമാണ്. പക്ഷേ ഇതെല്ലാം നല്ലതല്ലേ? BJP അങ്ങനൊന്നും അല്ലല്ലോ, ഇങ്ങനൊന്നും അല്ലല്ലോ. എന്തിനാണ് ഈ മാരീജന്മാർ എന്നാണ് പുറത്തു വരുന്ന ഈ തോൽപ്പട്ടയിൽ നിന്ന്? കേട്ടോ. പിന്നെ ഈ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ദീപു എന്ന് പറയുന്ന സുഹൃത്തും അത് കണക്ക് തന്നെ മണിമല എന്നുള്ള ഒരു സുഹൃത്തും പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇല്ലല്ല ശരിയെന്ന് പറഞ്ഞ് പോകാതെ എന്തായാലും കണക്ട് 4-5 മുതൽ തുടങ്ങിയ ബാക്കിയുള്ള ആളുകൾ ഇതുപോലെ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അല്ല ഞാൻ എന്നാലും അതുകൊണ്ട് അവര് പറഞ്ഞതുകൊണ്ട് അത് പറയുന്നില്ല. ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കർണാടകത്തിൽ മുസ്ലിങ്ങൾക്കുള്ള സംഭരണം ഇല്ലാതാക്കി BJP ഭരണത്തിൽ. കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോ കൊണ്ടുവന്നു. എന്തുവായിരുന്നു എന്തായിരുന്നു അവരുടെ അഭിപ്രായം? അല്ലല്ല ഹലോ ശ്രീ ഷാജി, അതല്ലേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇങ്ങനെ ധൃതി പിടിച്ചാലോ? ഞാൻ പറയുന്നതെന്ന് പറയാം, ഈ കിറ്റും കൊണ്ട് പോകാൻ PC ജോർജിന്, ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള PC ജോർജിനെയും കൂടെ നിർത്തിക്കൊണ്ട് വേണം. വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്ന്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിക്കോട്ടെ, നമ്മളെന്തിനാണ് വേറെ ഉണ്ടാക്കുക? ഇപ്പൊ അവര് മുസ്ലിമിനെതിരായിട്ട് ചെയ്തു, ഇപ്പൊ അനുകൂലമായിട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഇതെല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ആർക്കും കിട്ടട്ടെ. അവരിവിടെ ഇലക്ഷൻ വരുമ്പോ എത്രയോ പേർക്ക് കിറ്റ് കൊടുക്കണം. ഇപ്പൊ ഇലക്ഷൻ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ പറഞ്ഞിരുന്നവരൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ചിലർക്ക് മാത്രം ഈ ചിലർക്കൊന്ന് കൊമ്പുണ്ടോ? ഈ പോലും മറ്റൊക്കെ ഇഷ്ടംപോലെ സമയം കൊടുക്കണ്ടല്ലോ. ഇല്ല, അങ്ങനെ താങ്കൾ സമയം വേണമെങ്കിൽ എടുത്ത് കൃത്യമായി നോക്കിക്കോളൂ. പലപ്പോഴും സമയം ദീപു പലപ്പോഴും അവസാനം വിളിച്ച് സമയം കിട്ടാതെ എത്രയോ തവണ ഒഴിവാക്കി വെക്കേണ്ടതാണ്. പൊതുവായിട്ട് കിരണോടുള്ളൊരു അപേക്ഷയാണ്, ഒരു ടൈം ഒരു 2 മിനിറ്റെങ്കിലും കൊടുക്കും. ചിലർക്ക് 2 മിനിറ്റ് ഒക്കെ വെച്ച് കൊടുത്താൽ 5-6 മിനിറ്റ് ഒന്നും ഒരാൾക്കും കൊടുത്തിട്ടില്ല. ശ്രീ ശശിധരൻ, താങ്കൾ പലപ്പോഴും ഈ വസ്തുതയില്ല, ഞാൻ താങ്കളോട് ഉറപ്പിച്ച് പറയുന്നു, താങ്കളോട് പലപ്പോഴും തർക്കിക്കേണ്ടി വരുന്നത് ഈ വസ്തുതയില്ലാതെ പറയുന്നതുകൊണ്ടാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ പൊതുവേദിയുടെ സമീപകാലത്ത് എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് തുടർച്ചയായി സംസാരിക്കാൻ കൊടുത്തിട്ടേ ഇല്ല. ചില തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ 1-2 മിനിറ്റ്, പരമാവധി അതുപോലെ 2 മിനിറ്റ് പോലും നീങ്ങാറില്ല, അല്ലെങ്കിൽ 10-30 സെക്കൻഡിൽ അവസാനിപ്പിക്കും. താങ്കൾ പറഞ്ഞോളൂ. വേറൊരു അഭ്യർത്ഥന കൂടെ ഉണ്ട്. കിരൺ ദൈവത്തെ ഓർത്ത് കിരൺ
പക്ഷപാതപരമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് പലരുമായിട്ട് ഉടക്കേണ്ടി ശരി, അതൊക്കെ നമുക്ക് ആങ്കർ എന്നുള്ള നിലയിൽ നിഷ്പക്ഷമായിട്ട് സംസാരിക്കുക. ശ്രീ ശശിധരൻ, എന്തായാലും ഭൂരിപക്ഷം പ്രേക്ഷകർക്കും അങ്ങനെയല്ല അഭിപ്രായമുള്ളത്. നിഷ്പക്ഷമായി സംസാരിക്കുന്നതന്നെയാണ് ഓരോ ചിലരുടെ ചില രാഷ്ട്രീയ അജണ്ട വെച്ച് ചില വസ്തുതകളില്ലാത്ത കാര്യം പറയുമ്പോൾ ആ വസ്തുക്കളെ നമ്മൾ നിരസിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് തള്ളിക്കളയേണ്ടി വരും. ഇപ്പൊ കേരളത്തിലെ ഭരണകക്ഷിയെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും എത്രയോ കേരളത്തിലെ ഭരണകക്ഷിക്കെതിരെയല്ലേ ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയിട്ടുള്ളത്? പൊതുവെ ചർച്ച നടത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ കേരള സർക്കാരിനെതിരെ. അവർക്ക് അനുകൂലമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ആസ്വദിക്കുന്നു, അപ്പൊ ഞാൻ ആസ്വദിക്കുന്നില്ലയോ എന്നൊക്കെ എങ്ങനെയാണെന്ന് കഴിയും ശ്രീ ശശിധരൻ? നിഷ്പക്ഷമായിട്ട് ചർച്ച. ശരി, ഓക്കെ. എന്തായാലും ശശിധരന്റെ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാജേന്ദ്രനാണ്. ശ്രീ രാജേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത്, കാരണം ഈ കൊറോണ കാലത്ത് കിറ്റ് നമ്മളെ സർക്കാർ കൊടുത്തിരുന്നു. അതെ, അത് അതേപോലെ കേന്ദ്ര സർക്കാർ ഈ വോട്ടിന്റെ പിന്നെ കാരണം വെച്ചിട്ടല്ല ഇത് പിന്നെ കൊടുക്കുന്ന ഗിഫ്റ്റ്. എത്രയോ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉണ്ട്, പാവങ്ങളും. അവരെല്ലാം ഈ ഗിഫ്റ്റിന് വേണ്ടിയിട്ടും മറ്റും കാത്തിരിക്കുന്നവരും ഉണ്ട്. പിന്നെ ചക്കാത്ത് മേടിക്കാൻ പോകുന്നവർ ഒരുപാട് പേരുണ്ട്. അരിയും മറ്റും ഒക്കെ മേടിച്ചോണ്ട് പോകുന്നവരുണ്ട്. ഓരോ വീട്ടിൽ ഒരുപാട് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരുപാട് പേർ, സാമ്പത്തികമായിട്ട് ഒരുപാട് മുസ്ലിം യുവാക്കളുണ്ട്, ഹിന്ദുക്കളും ഉണ്ട്. പക്ഷെ ഈ സർക്കാർ ഈ ഇപ്പൊ പറഞ്ഞ ഈ മോദി സർക്കാർ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. അത് ആരും എതിർക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാണ്ടല്ലോ, ഇത് വലിയ ഒരു പുണ്യം ചെയ്തതുപോലെ കൊടുക്കുകയാണ്. ഇതൊരു പുണ്യകർമ്മമാണ്. ശ്രീ രാജേന്ദ്രൻ, ഈ പുണ്യകർമ്മമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ആര് കൊടുക്കുന്നു, എന്തായിരുന്നു അവരുടെ ചരിത്രം എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ കൂടി വരില്ലേ? BJP കൊടുക്കുന്നുണ്ട്. അത് പുണ്യകർമ്മത്തിലെ അതുകൊണ്ടാണ് ശ്രീ രാജേന്ദ്രൻ ആളുകളുടെ മനസ്സിലേക്ക് എത്രയോ വലിയ നമ്മുടെ ചരിത്രത്തിൽ തന്നെ വലിയ കറുത്ത അധ്യായങ്ങളൊക്കെ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരില്ലേ? ഇല്ല, അത് ജനങ്ങൾക്ക് മനസ്സിലാവും ആരാ നല്ലത് ചെയ്യുന്നത്, ആരാ. അതാ ഞാൻ ചോദിച്ചത്. ഒരാൾ ഒരുപാട് വലിയ മുറിവുകൾ ഉണ്ടാക്കിയ ശേഷം പിന്നീട് ഒരു മധുരവുമായി വന്നാൽ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ കഴിയും ആളുകൾക്ക് പെട്ടെന്ന്? അത് പണ്ടേ ഇവിടെ നടക്കുന്ന കഥകളും കാര്യങ്ങളും ഒക്കെയാണ്. അത് നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്കൊന്നും അതൊന്നും ബാധ്യതയല്ല. ശരി രാജേന്ദ്രൻ, എന്തായാലും അതൊന്നും ബാധ്യത അല്ലാതെ ആവുന്നില്ല. ചരിത്രത്തിലെ മുറിവുകൾ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ നിൽക്കും. മുറിവേറ്റവന് ആണ് എപ്പോഴും വേദന ഉണ്ടാവുക. അവനത് മറക്കാൻ കഴിയില്ല. മുറിവേൽപ്പിച്ചവന് ചിലപ്പോൾ അത് മറക്കാൻ കഴിഞ്ഞേക്കും. നമ്മള് വെറുപ്പിച്ചിട്ട് ആരെയും പറയാൻ പറ്റില്ല. ഓരോ നല്ല കർമ്മങ്ങളും നല്ല. ശരി, എല്ലാവരും നല്ല കാര്യങ്ങളിലേക്ക് നീങ്ങട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, താങ്കൾക്ക് പറയാം. മുറിവേറ്റതൊന്നും വാടുക ഇല്ലെങ്കിൽ മുഗൾ ചക്രവർത്തിമാര് നമ്മുടെ ഇന്ത്യയിലെ എത്രയോ ഹിന്ദുക്കളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. നമ്മളത് മറന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ മുറിവേറ്റ കഥയൊന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. പിന്നെ ഈ കൂട്ടത്തില് നമ്മുടെ ഈ പൊതുവേദി വിളിക്കുന്നതിൽ ഏറ്റവും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്, ഞാൻ വ്യക്തികളെ പറയില്ല എന്ന് പറഞ്ഞ് ശവനം ചെയ്യുന്ന ആളാ ഈ ദീപു എന്ന് പറയുന്നവന്. കുത്തിത്തിരിപ്പ് തന്നെയാണ് വേണ്ടി. ഞങ്ങളുടെ തത്വശാസ്ത്രം കത്തിച്ച് കളയണമെന്ന് അന്തംകമ്മി അല്ല തീരുമാനിക്കുന്നത്. അന്തംകമ്മിയുടെ വീട്ടിലെ കാര്യം തീരുമാനിച്ചാൽ മതി. അവനോട് അതൊന്ന് പറഞ്ഞുതരും. പറയില്ല എന്ന് പറഞ്ഞിട്ട് പറയിപ്പിക്കുകയാണ്. ഇയാൾക്ക് ഏത് നേരം ഈ സംഘവിരോധം അങ്ങനെ ആരെങ്കിലും ഇപ്പൊ താങ്കൾക്ക് ഒരു തെറ്റ് പറ്റി കഴിക്കും, താങ്കൾ നാളെ തിരുത്താൻ തയ്യാറായാലും എന്താ കുഴപ്പം? ശ്രീ ശിവജി, അങ്ങനെ ഒരു തിരുത്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായി അത്തരം വിമർശനങ്ങൾ ഉയരുന്നത്. അത്തരം ഒരു തിരുത്തുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത ഭാഗം തെറ്റിപ്പോയി. ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പൊ ബംഗ്ലാദേശിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്. എവിടെയാലും തെറ്റ് പറ്റിയത് തിരുത്തിയിട്ടാണ് പറയുന്നതെങ്കിൽ ആളുകൾ അത് വിശ്വസിക്കും. തിരുത്താതെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് നിന്നാൽ സ്വാഭാവികമായും ആളുകൾ തള്ളിപ്പറയും. ശരത് ലാലിന്റെ കൃപേഷിന്റെ വീട്ടിൽ പോയി പിണറായി മാപ്പ് പറയോ? ശ്രീ ശിവജി, ഞാൻ പറഞ്ഞല്ലോ, പിണറായി ആയാലും നരേന്ദ്രമോദി ആയാലും ഇനി മറ്റ് വി.ഡി. സതീശനായാലും ആരായാലും ആ തെറ്റ് ചെയ്തിട്ട് ആ വിഷയത്തിൽ ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ എതിർക്കും. കിരൺ സാറെ, തെറ്റും ശരിയും നമ്മുടെ ജീവിതത്തിലൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ തെറ്റ് തിരുത്താൻ തയ്യാറാവണം. തെറ്റും ശരി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് തിരുത്തലുകളുണ്ടാവാം, ചിലര് തിരുത്തില്ല. ഇപ്പൊ എത്രയോ മനുഷ്യർ ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ട കൊലപാതകങ്ങൾ തന്നെ ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു സംഗീതം പറഞ്ഞുകൊണ്ടിരുന്ന അവനെ ഞങ്ങളും വിളിക്കും. അതിപ്പോ ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ ശ്രീ ശിവജി. അദ്ദേഹം പറഞ്ഞത് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന, വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. മനുഷ്യന്റെ മനസ്സിലേക്ക് ആ അന്തംകമ്മിയുടെ വികാരം, മനുഷ്യന് അന്തംകമ്മി വികാരം മാത്രമേ ഉള്ളൂ. ശ്രീ ശിവജി, അങ്ങനെ ആയിരിക്കും. എന്തേലും ഭക്ഷണം കഴിക്കുന്ന ആളാ ശ്രീ ശിവജി. അദ്ദേഹം ദീപു ഇടത് വിശ്വാസിയായ ഒരാളാണ്, താങ്കൾ BJP വിശ്വാസിയായ ഒരാളാണ്. അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ പാർട്ടിയുണ്ട്. അവർ പറയുന്ന വസ്തുതയാണെങ്കിൽ ആ വസ്തുത അംഗീകരിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ അവര് അതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിനകത്ത് തെറ്റാകുമോ?
താങ്കൾ എല്ലാ ദിവസവും പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ താങ്കളെ ചെയ്യുന്നു. താങ്കൾ പറയുന്നതിനകത്ത് വസ്തുപരമായ പിഴവുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇടപെടുന്നത്. കിരൺ സാറേ, ഞാൻ ഈ പട്ടാമ്പിയിലെ റബ്ബർ തോട്ടം എടുത്ത കാലത്ത് അവിടെ മുസ്ലിങ്ങളുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ കമ്പനി. കേരളത്തിൽ അങ്ങനെയാണ് ശ്രീ ശിവജി. അല്ല, അത് കേരളത്തിലെ ഈ യു.പിയിലെ അവസ്ഥയൊന്നും അല്ല. കേരളത്തിലെ അവസ്ഥ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ വർഗീയ കലാപമൊന്നും ഉണ്ടാവില്ല. എന്റെ കൂട്ടുകാരിൽ പകുതി മുക്കാലും മുസ്ലിങ്ങളാണ്. അതെ, അങ്ങനെ അല്ലാതെ കേരളത്തിൽ പറ്റില്ലല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും എല്ലാം ഇടകലർന്ന് ഒരേപോലെ ആഘോഷിക്കുന്നല്ലേ നമ്മുടെ കേരളത്തിലെ ആഘോഷങ്ങളെല്ലാം. എല്ലാവരും പരസ്പരം പങ്കെടുക്കാറില്ലേ? അങ്ങനെ വേണം. ഇന്ത്യ ആകെ അങ്ങനെ വേണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. ഇന്ത്യ ആകെ ഈ കേരളം പോലെ മനോഹരമാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് എന്നും അത് പറഞ്ഞു കുത്തിത്തിരി. ശരി, ഓക്കെ ശ്രീ ശിവജി, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ റംസാൻ കിറ്റ് BJP വിതരണം ചെയ്യുന്നതിനെ കാണുന്നത്? അതൊരു നല്ല ഉറക്കായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് നമ്മള് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാതെ ഒരു നല്ല രീതിക്ക് വരട്ടെ. ഇപ്പോ ഈ BJP തന്നെയായാലും ഈ മുസ്ലിങ്ങളായാലും മനസ്സിലാക്കുന്നത് നമ്മൾ ആരും ആരെക്കാട്ടും വലുതുമല്ല, ആരും ആരെക്കാട്ടും ചെറുതുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടർക്കും അടിയിടിയില്ലാതെ നല്ല സൗഹാർദ്ദമായിട്ട് പോട്ടെ, അങ്ങനെ വരട്ടെ. ഇപ്പോ മുസ്ലിങ്ങളെ കൂടുതൽ 99.99% ആൾക്കാരും BJP വിരോധികൾ തന്നെയാണ്. അത് പാടില്ലെന്നാണ് പറയാനുള്ളത്. BJP അവരെ ആശയം പ്രചരിപ്പിക്കട്ടെ. നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുക. നിങ്ങൾ അടിയും പിടിയും കത്തിയും കത്തയെടുക്കാതിരിക്കുക. ഈ നാട്ടിൽ ഈ ജനങ്ങൾ ജീവിക്കട്ടെ സമാധാനമായിട്ട്. നിങ്ങൾ വെറുതെ ഈ അമ്പലം പള്ളിയും പറഞ്ഞിട്ട് വെറുതെ ഇനി അടുത്ത മക്കള് ഇനി വരുന്ന മക്കൾ ജീവിക്കട്ടെ. നിങ്ങൾ അടിയില്ലാതെ നിങ്ങൾ സൗഹാർദ്ദമായിട്ട് പോട്ടെ തന്നെ BJP നല്ലവരുടെ പറയാനുണ്ട് ഈ കാണിച്ചത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രമോദാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ പ്രമോദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് BJPയുടെ നീക്കത്തെ? അതൊരു തിരുത്തലായി അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ നീക്കമായിട്ടാണോ വിലയിരുത്തുന്നത്? അതായത് നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ എപ്പോഴും നല്ലതെന്നും പറയണം. നിങ്ങളിപ്പോൾ ഇത് ഈ പ്രക്ഷേപണം ടെലികാസ്റ്റ് ചെയ്യുന്നത് ഒരു വിദ്വേഷ തരത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം എന്താ പറയുക, നമ്മുടെ നല്ല കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എപ്പോഴും നല്ലതായിട്ടല്ലേ പറയേണ്ടത്. ഇത് മറ്റുള്ള ആൾക്കാർക്ക് എന്താ വിചാരിക്കുന്നെങ്കിൽ അത് ഇതിപ്പോ ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരുടെ ഒരു എന്താ പറയുക കയ്യടി കിട്ടാനായിട്ട് പ്രോത്സാഹനം കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ തോന്നിയാൽ യാതൊരു തെറ്റും പറയാനില്ല. നമുക്ക് കാര്യങ്ങൾ പറയുമ്പോൾ മുൻകാല ചെയ്തികളടക്കമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏത് പാർട്ടിയായാലും അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാനാവൂ. പാർട്ടി പോട്ടെ, ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ നല്ല മതസൗഹാർദ്ദത്തിൽ പെരുമാറുന്നത്. കേരളത്തിലേക്കല്ല, ഇത് ഇന്ത്യയിലാകമാനം ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ 32 ലക്ഷം മുസ്ലിം വിഭാഗത്തിലുള്ളവർക്ക് കിറ്റ് നൽകുമെന്നാണ് പറയുന്നത്. അത് കേരളത്തിൽ മാത്രമൊന്നുമല്ല, കേരളത്തിലും പറയുന്നത്. കേരളം എന്ന് പറഞ്ഞാൽ മുസ്ലിമും ഹിന്ദുക്കളും ക്രിസ്ത്യൻസുകളും ഒരു കുടുംബം പോലെ കഴിയുന്ന സമയമാണ്. അതിൽ ഇതുപോലുള്ള മീഡിയാസ് വന്നിട്ട് ഓരോ തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ വരുമ്പോൾ അവർക്ക് അതിനുള്ള ഒരു വെറുപ്പുണ്ടാക്കാൻ ഇത് ഉപകരിക്കും. നമ്മൾ പക്ഷേ യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ കഴിയുമോ? എവിടെയെങ്കിലും ഒരു ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടായാൽ അങ്ങനെ കലാപം ഉണ്ടായി എന്നുള്ള വിവരം ജനങ്ങളെ അറിയിക്കാതിരിക്കൽ ശരിയല്ലല്ലോ. അല്ല സഹോദര, ഇത് യാഥാർത്ഥ്യം എന്നല്ല, ഇത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് കൂടുതലായിട്ട്. അത് ചെയ്തു ഇത് ചെയ്തു പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷെ അതിന്റെ ആവശ്യം എന്താ? ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ബാലനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കിറ്റിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ പിന്നെ കിറ്റ് കൊടുത്തതിനെ പറ്റി പറഞ്ഞു കേട്ടപ്പോ പഴയ കഥകളും പഴയ കഥകളൊക്കെ നമ്മൾ ഈ നമ്മള് കുറേയും കൂടി ബാക്കിലൊക്കെ BJPന്റെ പഴയ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? എന്നാൽ അതിന് മുമ്പ് പല കഥകളുണ്ട്. കോൺഗ്രസ് സമരം അതിനോടൊപ്പം ഉണ്ടായ ഗുജറാത്തിലെ സംഭവത്തിനെ പറ്റിയൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഗുജറാത്തിലാണ് ഉണ്ടായത് എന്താ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. അതോ മറച്ചു വെക്കുന്ന ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ സംസ്ഥാന പാകിസ്ഥാൻ തൊട്ടടുത്ത വിഭജന കാലത്ത് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച ജനങ്ങളാണ് അവിടെ ഉള്ളത്. ശ്രീ ബാലൻ, എന്തായാലും നമുക്ക് ഈ ഗുജറാത്ത് കലാപത്തിലേക്കൊന്നും പോകണ്ട. ഗുജറാത്ത് കലാപത്തിലേക്കൊന്നും പോകണ്ട. അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് ശ്രീ ബാലൻ, അതിനെ കുറിച്ച് നമുക്ക് വിശദമായ ചർച്ചയ്ക്ക് സമയമില്ല. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ലോകം ചർച്ച ചെയ്തതാണ്. അല്ല, നമ്മൾ ചർച്ച ചെയ്താൽ എപ്പോഴും നിങ്ങൾ ചിലർ ആ കാര്യം പറഞ്ഞത് ഇന്ത്യയിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവത്തെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാനാവും. ആ രാജ്യത്തുണ്ടാകുന്ന അവസ്ഥ എന്താ? നമുക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാനാവോ? ഇപ്പൊ ഗുജറാത്ത് കലാപമായാലും ബാബറി മസ്ജിദ് തകർത്തായാലും അത്ര കാര്യങ്ങളൊന്നും നമുക്ക് പറയാതിരിക്കാനാവില്ല. അതൊക്കെ ഒരു മുസ്ലിങ്ങളല്ലേ? ആ യാഥാർത്ഥ്യത്തിൽ പല പക്ഷം കാണും. പക്ഷേ ആ സംഭവം ഇല്ലാതെ ആവുന്നില്ലല്ലോ. കിറ്റ് കൊടുത്തതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ആരാ ശരിക്കും മുസ്ലിങ്ങളൊക്കെ അവരെ വോട്ട് വാങ്ങി രാഷ്ട്രീയത്തിലെത്തിയിട്ട് സമ്പാദിക്കാൻ വേണ്ടി അല്ലാണ്ട് എന്താ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ? നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ പഴയ കമ്മ്യൂണിസ്റ്റുകാരാണോ? അവരൊക്കെ സമ്പന്നരല്ലേ? ആരാ പണക്കാരല്ലാതെ? നിങ്ങൾ ആലോചിച്ച്. ശരി, ഓക്കെ. ശ്രീ ബാലന്റേതാണ് അഭിപ്രായം. ശരി,
പറഞ്ഞോളൂ, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തിലകനാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന്. ശ്രീ തിലകൻ, താങ്കൾ എങ്ങനെയാണ് ഇത്തരം ഒരു മാറ്റത്തെ, ഒരു പുതിയ തുടക്കത്തെ കാണുന്നത്? സാറേ എന്തൊക്കെയുണ്ട് വിശേഷം? അത് കിട്ടെ. സുഖമായിരിക്കുന്നു ശ്രീ തിലകൻ. കുറെ ദിവസം, സത്യമായിട്ടും കുറെ ദിവസം ഞാൻ വിളിച്ചേട്ടാ, ഇതിന് കിട്ടുന്നില്ല. വന്നോണ്ടാ ഇന്ന് കിട്ടി. ഇന്നിപ്പോ കിട്ടിയ ആളുകളൊക്കെ അവർക്ക് സമയം പോരാ എന്ന് പറഞ്ഞ് പരാതിയാണ്. നമ്മൾ എളുപ്പം തീർത്ത് അടുത്ത ആളിലേക്ക് പോകാൻ നോക്കിയാൽ അവർ സമ്മതിക്കുന്നില്ല. എന്തായാലും താങ്കൾ പറഞ്ഞോളൂ. എന്തായാലും ഞാനൊരു പാട്ടിലൂടെ തുടങ്ങാം. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയമായെന്നെ നിറയ്ക്കണമേ, മറക്കുവാൻ കഴിയാത്ത കുറ്റങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. സാറേ എന്തായാലും ക്ഷമിക്കാനും സഹിക്കാനുള്ളതാണ് ഈ പറഞ്ഞ സമൂഹത്തിന്റെ രാഷ്ട്രീയത്തിലെ നീക്കം. അത് ക്ഷമിച്ചും സഹിച്ചും ഒക്കെ മറന്ന് സഹായിക്കാനും നല്ല മനസ്സോടുകൂടി വരുന്ന പാർട്ടിക്കാരെ സ്വീകരിക്കണം. അവർ നല്ലതല്ലേ സാറേ ചെയ്യണം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, BJPയുടെ ഇപ്പോഴും നിലപാട് എന്തായാലും അവർക്ക് തെറ്റു. സാറൊരു കാര്യം പറഞ്ഞില്ലേ, ഈ മുറിവ് ഉണങ്ങണ്ടേ സാറേ? മുറിവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും ശാശ്വതമായ പരിഹാരം വേണം സാറേ. മുറിവ് ഉണക്കാൻ വേണ്ടി വരുന്നവരാണ് ഇവര്. വരട്ടെ, അവര് സഹായിക്കട്ടെ. ഒരു കാര്യം കൂടി പറയാം, ഇന്ത്യയിൽ മുസ്ലിമിന്റെ ആദ്യത്തെ ആള് ജയരമൻ പെരുമാളെന്ന് എനിക്ക് തോന്നുന്ന ഒരു ദളിതനാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ദളിതരെയും ഇവരെ എന്തായാലും നമുക്ക് ചില അഭിപ്രായങ്ങൾ കൂടി യൂട്യൂബിൽ വായിക്കേണ്ടതുണ്ട്. യൂട്യൂബിൽ ചിലർ മംഗ്ലീഷിലാണ് അഭിപ്രായങ്ങൾ എഴുതിയിരിക്കുന്നത്. വലിയ പ്രയാസമാണ് ഈ നമ്മുടെ ഈ ടൈമിനിടയിൽ വായിക്കുന്നത്. ജയകുമാർ ചോദിച്ചിരിക്കുന്നു, ഇങ്ങനെ വാശി പിടിക്കല്ലേ, ദീപുവിന് 10 മിനിറ്റിൽ കൂടുതൽ സമയം കൊടുത്തിട്ടുണ്ട്, പരിശോധിച്ചാൽ അറിയാം. ജയകുമാർ, ആ 10 മിനിറ്റിൽ കൂടുതൽ കൊടുത്ത ദിവസം ഒന്ന് എടുത്ത് ഇതിൽ യൂട്യൂബിൽ ഇതെല്ലാം ലഭ്യമാണ്, ഒന്ന് എടുത്തിട്ടാൽ നന്നായിരുന്നു. ഞാനത് തെറ്റ് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാഗത്താണെങ്കിൽ അത് തിരുത്താം. എന്തായാലും അങ്ങനെ ഇല്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പായി അത് പറയുകയും ചെയ്യുന്നത്. മറ്റു ചില അഭിപ്രായങ്ങൾ കൂടി വന്നിട്ടുണ്ട്. പലരും പഴയതെല്ലാം മറക്കുക, മനുഷ്യരായി ജീവിക്കുക, പരസ്പരം വെറുക്കാതെ സ്നേഹത്തോടെ ജീവിക്കണം എന്ന് പറയുന്നത് സുനിൽകുമാറാണ് പറയുന്നത്. നല്ല കാര്യം തന്നെയാണ്. ഗോദ്ര മറന്നുപോവും, സ്വാഭാവികം എന്ന് പറയുന്നു ശ്രീ ലക്ഷ്മി സുധി പറയുന്നു. UP-യിൽ കിരൺ പറയുന്നത് പോലെയാണെങ്കിൽ 80% മുസ്ലിം ജനസംഖ്യയുള്ള മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി എങ്ങനെ ജയിച്ചു എന്ന് ചോദിക്കുന്നു ശ്രീ കൃഷ്ണദാസ്. 80% മുസ്ലിം ജനസംഖ്യയുള്ള മണ്ഡലമൊന്നും അല്ലാതെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ BJP ജയിച്ചിട്ടൊക്കെ ഉണ്ട്. അതിന് വോട്ടിൻ്റെ കണക്കും ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളുമായി എപ്പോഴും യോജിച്ച് പോകണം എന്നൊന്നുമില്ല. അതോടൊപ്പം തന്നെ മറ്റേ ചില അഭിപ്രായ പ്രകടനങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട്. ഇത് പലതും ഈ മംഗ്ലീഷ് എഴുതുന്നതുകൊണ്ടാണ് വായിക്കാൻ പ്രയാസം. ദയവേത് ഇനിയെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ഒന്നുകിൽ ഇംഗ്ലീഷ് എഴുതുക, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുക, അതായിരിക്കും നല്ലത്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. റഷീദാണ് കൊയിലാണ്ടിയിൽ. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ റംസാൻ കിറ്റുമായി BJPയുടെ ന്യൂനപക്ഷ മോർച്ച 32 ലക്ഷത്തോളം വരുന്ന ഇന്ത്യയിലെ വിവിധ മുസ്ലിം ആളുകൾക്കായി നൽകുന്നു? എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇങ്ങനെ ഒരു പ്രഖ്യാപനം കേൾക്കുമ്പോൾ തീർച്ചയായും പലതും നമ്മളെ ചിന്തിച്ചു പോകും. കാരണം എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ആരാധിച്ചു പോരുന്ന ഒരു ബാബരി മസ്ജിദ് തച്ചു തകർത്തവര്, ഗുജറാത്തിലെ വംശഹത്യ നടത്തിയവര്, ഭരണഘടനാ അനുസൃതമായി ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഓരോന്നോരോന്നായി എടുക്കുന്നവര്, ഇങ്ങനെയുള്ള ആളുകള് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോഴേ അതിലെന്തൊക്കെയോ ദുരൂഹതയുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലല്ലോ കിരൺ. സ്വാഭാവികമായും അത്തരം സംശയങ്ങൾ ഉണ്ടാവും. ഒരു പാർട്ടി ഇതുവരെ സ്വീകരിച്ച നിലപാടെന്ന് പെട്ടെന്ന് വ്യത്യാസം വരുമ്പോൾ ആൾക്കൊക്കെ സംശയം ഉണ്ടാകും. സ്വാഭാവികമാണ്. നല്ലതിനാണെങ്കിൽ സ്വീകരിക്കാം, ചീത്തയ്ക്കാണെങ്കിൽ എതിർക്കുകയും വേണം. നേരത്തെ ഈ ഒരു കിറ്റ് സംവിധാനം പരീക്ഷണം നടത്തി വിജയിച്ചവരാണ് ഇടതുപക്ഷം. അത് ഇവരൊന്ന് പരീക്ഷിക്കാന്നൊരു തോന്നലില്ലാതെയല്ല. ശരി, ഓക്കെ ശ്രീ റഷീദ്, താങ്കൾ പറഞ്ഞത് കേരളത്തിലെ കിറ്റ് വിതരണത്തെ കുറിച്ചായിരിക്കും. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്കുണ്ട്. ശ്രീ പ്രദീപാണ് വിയറ്റ്നാമിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ പറഞ്ഞോളൂ. അതിന്റെ സബ്ജക്ട് എനിക്കത് വായിക്കാൻ പറ്റിയില്ല. കിരണ 2 ദിവസം കൊണ്ട് കാണണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. കിരണ ആടി മറിയാണല്ലോ കിരണേ. എന്ത് പറ്റി? അല്ല, ഒന്നുമില്ല. കിരണം അവിടുത്തെ നമ്മുടെ കമ്മ്യൂണിസ്റ്റിന്റെ ആൾക്കാരൊക്കെ കിടന്നുകൊണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരെ പറയുക, സംഘത്തിനെ പറയുക. നിങ്ങൾക്കൊന്നും ഓരോ പണിയൊന്നുമില്ല. ഞാനേ ഇത് ഉണ്ടായ അതെ, താങ്കളുടെ കാര്യം ചെയ്യൂ. താങ്കൾ വേണമെങ്കിൽ താങ്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പിൽ ഒരു ഹായ് അയക്കൂ. ഞാൻ എന്റെ വീഡിയോ അയച്ചു തരാം. അല്ല, എന്നാന്നറിയാം, ഇത് പറയാൻ അറിയാമോ, ഈ നാട് ഞാൻ വിളിക്കാൻ കാര്യം, ഈ നാട് എന്തുമാത്രം നന്നായിരിക്കുന്നു എന്ന് അറിയാമോ? കാരണം ഇവിടെ അത്യാവശ്യം ആ പാർട്ടി ഏതാണെങ്കിലും കഴിവുള്ള നേതാക്കന്മാരുണ്ട്.
നിങ്ങളെല്ലാം കൂടെ എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് ഓരോ BJP-ക്കാരെ കുറ്റം പറയാ, വായി തോന്നുന്നത് പോലെ പറയണല്ലോ മിസ്റ്റർ കിരൺ. എന്താണ് താങ്കൾ തെറ്റായി എന്താണ് ശ്രീ പ്രദീപ് പറഞ്ഞത്? ഒരു വിവരം പറയൂ. ഹലോ, ഞാൻ പറഞ്ഞതിൽ തെറ്റായി താങ്കളൊന്ന് കേട്ട് നോക്കണം കിരൺ. വേണ്ട, താങ്കൾ കേട്ടതല്ലോ. താങ്കൾ തെറ്റായി ഞാൻ പറഞ്ഞ ഒരു വിവരം താങ്കൾ പറയൂ. താങ്കൾ ഓരോരുത്തന്മാര് വന്നിട്ടേ ഈ പറയും പോലെ ചന്ദ്രശേഖർ പണം എന്തോ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാനാണ് ചന്ദ്രശേഖരൻ വിവരമല്ല ഇന്ന് ചർച്ച ചെയ്യുന്നത്. കൊടുക്കുന്നുണ്ടല്ലോ. എന്തായാലും അതൊന്നും ശരിയല്ല മിസ്റ്റർ കിരൺ. ശ്രീ പ്രദീപ്, താങ്കൾ സ്ഥിരമായി താങ്കൾക്ക് ഇങ്ങനെയൊക്കെ ചില അഭിപ്രായങ്ങളുണ്ട്. ഏതെങ്കിലും കാര്യത്തിന്റെ വസ്തുത ചോദിച്ചാൽ താങ്കൾ പറയില്ല. വസ്തുതയ്ക്ക് വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുക സ്ഥിരമായി താങ്കളുടെ രീതിയാണ്. ആരോപണം ഉന്നയിക്കുക. എന്നാൽ ഏതെങ്കിലും ഒരു ആരോപണത്തിന് വസ്തുതാപരമായ ഒരു കാര്യം പറയാൻ ചോദിച്ചാൽ പറയില്ല. എന്തിനു ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് എനിക്ക് ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത് ശ്രീ പ്രദീപ്. എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. താങ്കളുടെ കൂട്ട് വെറുതെ ആരോപണം ഉന്നയിക്കല്ല. ഒരു മിനിറ്റ്, താങ്കൾ മണിമല എന്നുള്ള മണിമലക്കാരൻ, പിന്നെ ദ്വീപ്, പിന്നെ അതേപോലെ അങ്ങനെയൊക്കെ ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങൾ പറയും. താങ്കൾക്ക് അവരുടെ അഭിപ്രായത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ പറയാം. താങ്കൾ എന്റെ വളം വെച്ച് കൊടുക്കണേ, ഞങ്ങൾക്കാർക്കും പറയാൻ അറിഞ്ഞൂടെ? താങ്കൾക്ക് പറയാൻ അറിയാമെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ അവർക്ക്. നാളെ തൊട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. അല്ലെ, നാളെ ആക്കുന്നതിന് ഇന്നേ പറഞ്ഞോളൂ പ്രദീപേ. എന്ത് ഞങ്ങൾ സമയം കളയുന്നില്ല. താങ്കൾ പലപ്പോഴും ഈ പറയുന്നത് ഇന്ന് വരട്ടുവാണോ നാളെ പോലെ പറയുന്നത്? ഇന്നങ്ങ് പറഞ്ഞു, സമയം തരാം. ഇത് വരട്ടൊന്നുമല്ല ഈ നാടകം. അല്ല, എന്താ പറഞ്ഞു? താങ്കൾ പറഞ്ഞു താങ്കളുടെ അഭിപ്രായം. ഈ സ്വന്തമായ അഭിപ്രായം ഒന്നുകിൽ സ്വന്തമായി താങ്കൾക്ക് എന്തെങ്കിലും വസ്തുത പറയാൻ വേണം. വെറുതെ ആരോപണം ഉന്നയിച്ചിട്ട് പോരും. അല്ലല്ല, അഭിപ്രായമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കില്ല. താങ്ക് യു സോ മച്ച്. ശരി, ഓക്കെ. പ്രദീപിന്റെ സ്ഥിരമായ രീതി ഇതാണ്. അദ്ദേഹം ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കും. 1-2 പേരുണ്ട്. പക്ഷെ അവർക്ക് പറയാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പറയാനൊന്നുമില്ല. മറ്റുള്ളവരെ കുറ്റം പറയുക മാത്രമല്ല, നിങ്ങൾക്ക് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മറുപടി, അതിന് വസ്തുത ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാം. അതിന് ഇത്രയും അവസരം തരുന്നുണ്ട്. ആരുടെയും അവസരം നിഷേധിച്ച് കളയുന്നൊന്നുമില്ല. എന്നിട്ട് വെറുതെ ആരോപണങ്ങൾ പക്ഷേ ഉന്നയിക്കാതിരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കൂടി എല്ലാവരും കാണിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ചന്ദ്രൻ നായരാണ്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ, റംസാൻ കാലത്ത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും സ്ഥാപനങ്ങളും ധാരാളം ജാതി മത ഭേദമന്യേ അവരെന്താണെന്ന് വെച്ചാൽ സഹായിക്കാറുണ്ട് പാവപ്പെട്ടവരെ. ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള ഒരു മുസ്ലിം സംഘടന പ്രതിമാസം 1000 രൂപ വെച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. അതിനകത്ത് ജാതിയും മതവും നോക്കുന്നില്ല. അതുപോലെ തന്നെ സാർ, അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ഇവരും വരട്ടെ. നല്ല കാര്യമാണ് സാർ, നല്ല കാര്യമാണ്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്, കൃത്യമാണ്, വളരെ ഷോർട്ടായി തന്നെ നന്നായി തന്നെ ശ്രീ ചന്ദ്രൻ നായർ. എപ്പോഴും അദ്ദേഹം അത്തരം കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കാറുണ്ട്, മറ്റുള്ളവരുടെ സമയം അപഹരിക്കാതിരിക്കാൻ വേണ്ടി. എന്നാൽ അഭിപ്രായം കൃത്യമായി പറയാറുമുണ്ട്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സെയ്ദാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ സെയ്ദ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാറ് നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. സാറ് അവതരണം നടത്തുന്ന ദിവസം ഞാൻ ശ്രമിക്കാറുണ്ട്. സാറിന്റെ അവതരണ ശൈലി വളരെ നല്ലതാണ്. പക്ഷപാതപരമില്ലാതെ ഉള്ളത് പറയേണ്ട മറുപടി ആര് പറഞ്ഞാലും അതിന് മറുപടി പറയും, തെറ്റാണെങ്കിൽ. ആ ഒരു കാര്യത്തിൽ സാറിന്റെ അവതരണത്തെ അംഗീകരിക്കുകയാണ്. ഇനി വിഷയത്തിലോട്ട് വരാം. ഒരു സൈഡില് PC ജോർജിനെ പോലുള്ളവരെ കൊണ്ടുവന്ന് മുസ്ലിങ്ങളെ തീവ്രവാദിയാക്കുക, പാകിസ്ഥാനിൽ പോകാൻ പറയുക, അത് കഴിഞ്ഞിട്ട് കിറ്റ് കൊടുക്കുക. കിറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്നു. കിറ്റെന്നല്ല, പവൻ കൊടുത്താലും മുസ്ലിംസിന്റെ മനസ്സിൽ, ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ, ഇവിടുത്തെ മതേതര വിശ്വാസികളുടെ മനസ്സിൽ BJP എന്താണെന്നും സംഘികൾ എന്താണെന്നും എല്ലാം അറിയാം. ദീപുവിനെ പറയുന്നു. ദീപുവിനെ പറയാൻ എന്താണ് അർഹത? ദീപു ഇവര് 10 പേര് പറയുന്നതിന് അളന്ന് കുറിച്ച് കറക്റ്റായിട്ടുള്ള പോയിന്റുകളാണ് പറയുന്നത്. അല്ല, ദീപു സത്യസന്ധമല്ലാത്ത ഒരു കാര്യങ്ങളും പറയുന്നില്ല. അതേപോലെ പറയുന്നവരെ നേരെടുത്ത് വിമർശിക്കാൻ ഇവർക്ക് എന്താ അധികാരം? ഒരധികാരവും ഇല്ല. അവർക്ക് ന്യായമായിട്ട് പറഞ്ഞ് തെറ്റിനെ തെറ്റായിട്ടും വിഷയത്തെ വിഷയമായിട്ട് കണ്ട് അത് തിരുത്തി പോകാനുള്ള മനസ്സ് അവർ കാണിക്കണം. അല്ലാതെ പേരെടുത്ത് അവർക്കെതിരെ, സംഖ്യക്ക് എതിരെ പറയുമ്പോൾ അത് ഓക്കെ. ശ്രീ സെയ്ദിന്റെ അഭിപ്രായമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വിജയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ വിജയ്, താങ്കൾ വിജയനാണ്. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് ഈ റംസാൻ കിറ്റ് വിതരണത്തെ കാണുന്നത്? ശ്രീ വിജയൻ പറഞ്ഞോളൂ. ശ്രീ വിജയൻ്റെ ടെലിഫോൺ വന്ന് ചില തടസ്സമുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ചില പത്മകുമാറിലേക്ക് കടക്കും മുമ്പ് നമുക്ക് 1-2 യൂട്യൂബ് കമൻറ്റ് കൂടി വായിക്കേണ്ടതുണ്ട്. ആ കിറ്റ് കേരളത്തിൽ കൊടുക്കുന്നതിലും നന്നാവും, ഉത്തരേന്ത്യയിൽ കൊടുത്താൽ അവിടെ കൊടുത്താലും ഇവിടെയുള്ളവർ കാണാം എന്ന് പറയുന്നു. സമയം കിട്ടിയില്ല എന്ന് ശ്രീ ഷാജി ഭാസ്കരൻ പറയുന്നു. കിറ്റ് കൊടുക്കുന്നത് കൊല്ലാനോ വളർത്താനോ എന്നറിയില്ല എന്നൊരു അവതാരം തന്നെ ചോദിക്കുമെന്ന് കൃഷ്ണദാസ് പറയുന്നു. അഭിപ്രായം പറഞ്ഞത്, ഏത് സാധനം വരുമ്പോഴും ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം, അസാധാരണ നീക്കം വരുമ്പോൾ അത് നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്നുള്ളത് സ്വാഭാവികമായ മനുഷ്യരുടെ സംശയമാണ്. അതിനെ ആര് ചെയ്താലും
ആ പാർട്ടിയുടെ ഇതുവരെയുള്ള ശീലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു പാർട്ടി അത്തരം ഒരു ശീലത്തിലേക്ക് വരുമ്പോൾ അത്തരം ചർച്ചകളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ആ പാർട്ടി പ്രവർത്തകർ തന്നെ പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ ഇത്തരം വലിയ ചർച്ചകളൊക്കെ കേരളത്തിൽ ഉണ്ടായതാണ്. കാരണം അതിനു മുമ്പ് അങ്ങനെ ആ പാർട്ടി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. സ്വാഭാവികമാണ് ബി.ജെ.പിയുടെ നിലപാട്. ബി.ജെ.പി റംസാൻ ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ അത്തരം ചർച്ചയുണ്ട്. അതുകൊണ്ട് ഇനി എല്ലാം അങ്ങ് നന്നായി, അതിനെല്ലാം പോസിറ്റീവായി കാണണം എന്നൊന്നും പറഞ്ഞാൽ കഴിയില്ല. നിങ്ങളുടെ ചരിത്രവും നിങ്ങളുടെ ഇതുവരെയുള്ള പ്രവൃത്തിയുടെയൊക്കെ അടിസ്ഥാനത്തിലാവും ഓരോ പ്രവർത്തനവും വിലയിരുത്തപ്പെടുക. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് മറ്റേതെല്ലാം മറന്നുപോയി എന്നൊന്നും പറയാൻ ആർക്കും കഴിയുന്ന കാര്യമല്ല. ദൈവം സംഗീതമാണെന്നൊക്കെ പറയുന്നത് എന്തായാലും നല്ല കാര്യം. മറ്റ് ദീപു ആണെന്ന് തോന്നുന്നു. ദീപുവിനെ അവൻ ഇവൻ എന്നൊക്കെ ശിവജി തൃശ്ശൂർ വിളിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. അതേ ഭാഷയിൽ തന്നെ തിരിച്ചു പറയാൻ അവർക്ക് കഴിയണം എന്ന് അവർ അത് പരിപാടിയെ നാശമാക്കിയെന്ന് ശ്രീ ദീപു ഗോപാൽ പറയുന്നു. ദീപു സാധാരണ ഇതിൽ അങ്ങനെ ദീപുവിൻ്റെ അഭിപ്രായങ്ങളോട് അദ്ദേഹത്തിനുള്ള വിയോജിപ്പ് പറഞ്ഞു. ഈ അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞത് പുള്ളിയുടെ ഒരു രീതി അനുസരിച്ച് പറഞ്ഞാണെന്ന് തോന്നുന്നു. അങ്ങനെ പറയാതിരിക്കലാണ് കുറേ കൂടി മര്യാദ. അങ്ങനെ മോശപ്പെട്ട വാക്കുകളൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ മിനിമം അദ്ദേഹമെന്നോ അല്ലെങ്കിൽ അയാളെന്നോ അവിടെയെങ്കിലും വരെ നിർത്തുന്നതാണ് ഒരു മര്യാദ. ആ മര്യാദ നമ്മുടെ ഓരോ പറയുന്ന വ്യക്തിയുടെ മാന്യതയും മര്യാദയും അനുസരിച്ചാണ്. അല്ലാതെയൊക്കെ ചിലർ അത്തരത്തിലേക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. എന്തായാലും പിന്നീട് എനിക്ക് തോന്നുന്നു കുറേ പരസ്പരമുള്ള പോർവിളികളും മത്സരങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. എന്തായാലും അവിടെ നടക്കട്ടെ. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകണം. പത്മകുമാറാണ്. പത്മകുമാർ, താങ്കൾ പറഞ്ഞോളൂ. സാറേ, താന്റെ അവതരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരി, സാറ് എല്ലാം നീതിപൂർവമാണ് ചെയ്യുന്നത്. ചിലർ പറയുന്നത് അങ്ങനെ അല്ലെന്ന്. ഞാൻ ഒരു സംഘപരിവാർ പ്രവർത്തകനാണ്. ശരി, ഇത് മാറ്റമാണോ തന്ത്രമാണോ? ഇതിൽ ചിലപ്പോൾ തന്ത്രപരമായ മാറ്റമായിരിക്കാം. ഞാൻ ഇതിനൊന്നും ന്യായീകരിക്കുന്നില്ല. പറഞ്ഞോളൂ. അത് തന്നെ, ഇത് ചിലപ്പോൾ ഒരു തന്ത്രപരമായ മാറ്റമായിരിക്കാം. ഇത് നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ കൂടി ഉൾപ്പെടാറുണ്ട്. അല്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടിയല്ല, അതിന് ബി.ജെ.പി എന്ന് മാത്രമല്ല, CPM ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും കേരള കോൺഗ്രസ് ആയാലും അവരൊക്കെ ചെയ്യുമ്പോൾ അത്തരം തന്ത്രങ്ങൾ കൂടി പലപ്പോഴും ഉൾപ്പെടാറുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവർ ഒരു പാർട്ടി അത് അംഗീകരിക്കില്ല. ഞങ്ങളെല്ലാം നല്ലതിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെന്നൊക്കെ പറയും. പക്ഷേ അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പല പ്രവൃത്തിയിലും പ്രതിഫലിക്കാറുണ്ട് എന്നത് സാധാരണ മനുഷ്യർക്കൊക്കെ അത് വ്യക്തമാണ് താനും. പാർട്ടിക്കാർ ഏത് പാർട്ടിക്കാരായാലും അവരത് അംഗീകരിച്ചില്ലെങ്കിൽ. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ പ്രദീപാണ് ആറ്റിങ്ങൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് പറയാം. സാറേ നമസ്കാരം. സാറേ നമസ്കാരം. ഞാൻ പല ദിവസവും വിളിക്കാറുണ്ടായിരുന്നു, എന്നാണ് കിട്ടിയത്. എന്നാലും പറഞ്ഞോളൂ പ്രദീപ്, നമ്മുടെ സമയം അവസാനിക്കാൻ ഇതില് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളും പിന്നെ ഈ ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതിന്റെ ഇടയ്ക്ക് വന്നിടന്ന് ഈ നല്ല ശാപമാണ്. കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ എതിർക്കുക, അല്ലാതെ വേറെ യാതൊരു കാര്യവും ഇല്ല. ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇതിന്റെ വിഷയവും. ശരി, ഓക്കെ. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻസിനും ഒരു വിഷയവും ഇല്ല. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല ശ്രീ പ്രദീപ്. സ്വാഭാവികമായും എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ ആശയങ്ങൾ കാണില്ല. അവർ അത്തരം ആശയങ്ങൾ ചിലർ പ്രകടിപ്പിക്കും, ചിലർ പ്രകടിപ്പിക്കില്ല. അതെങ്ങനെ നമുക്കറിയാം ശ്രീ പ്രദീപ്. അങ്ങനെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ എല്ലാം നമ്മൾ കണക്കെടുക്കുകയോ ചോദിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല. അതൊന്നും നമുക്കറിയാൻ കഴിയില്ല. എന്തായാലും സ്വാഭാവികമായിട്ടും അത്തരം സംഭവങ്ങൾ, മുൻകാല സംഭവങ്ങൾ അടക്കമുള്ളതൊക്കെ ആളുകളുടെ മനസ്സുകളിലൊക്കെ ഉണ്ടാവുന്നതെന്നും അതിനെ നമുക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നതിന് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ചിലരെങ്കിലും ഇത്തരം ഒരു മാറ്റത്തെ വളരെ പോസിറ്റീവായി തന്നെ സ്വീകരിക്കണം, അങ്ങനെ നല്ലതല്ലേ ഇത്തരം ഒരു മാറ്റം ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചവരുണ്ട്. അങ്ങനെയല്ല, ഇത്തരം ഒരു മാറ്റം തന്ത്രമാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഒരാൾ തുറന്നു തന്നെ പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ തന്ത്രമായി തന്നെ വേണമെങ്കിൽ കണക്കാക്കാം എന്ന് പറഞ്ഞ പ്രേക്ഷകരുണ്ട്. അങ്ങനെയല്ല, ഇത് മുൻകാല ചെയ്തികൾ പലപ്പോഴും ഉണ്ട്, മായ്ക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു റംസാൻ കിറ്റ് കൊടുത്തുകൊണ്ടൊന്നും അത് മായ്ക്കാൻ കഴിയില്ല എന്ന അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞവരും ഒക്കെയുണ്ട്. എന്തായാലും സമൂഹത്തിൻ്റെ ഒരു പൊതുവായ പരിച്ഛേദമാണ് പൊതുവേദിയിൽ വരുന്ന അഭിപ്രായങ്ങൾ. അത് സമൂഹം എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്നതുകൂടി ജനങ്ങൾക്ക് മനസ്സിലാവാൻ ഉപകരിക്കുന്ന ഒന്നുകൂടിയാണ്. നമുക്ക് നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.